അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. وقال نبينا محمد صلى الله عليه وسلم: فضل كلام الله تعالى كفضل الله على خلقه، كما قال نبينا محمد صلى الله عليه وسلم: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനമുള്ള ശ്രോതാക്കളായ പണ്ഡിത മഹത്തുക്കളെ, സഹോദരന്മാരെ, സ്വദേശത്തും വിദേശത്തുമുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഫാക്കപ്പെട്ട ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഹയാത്തോടുകൂടി അല്ലാഹുവിന്റെ ഫദ്ല്, ആ ഫദ്ലിന്റെ നിഅമത്തിന്റെ ഒരുപാട് ഗുണങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, നോമ്പ് നോറ്റുകൊണ്ട്, തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ നമുക്ക് തൗഫീഖ് നൽകി. ഈ മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അനുകൂലമായ സാക്ഷ്യം, ആ സാക്ഷ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബാബു റയ്യാൻ എന്ന നമ്മുടെ വളരെ പ്രസക്തമായ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ന് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ഖുർആൻ സാധാരണ ഗ്രന്ഥമല്ല എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നിർവഹിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, വ്രതാനുഷ്ഠാനം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു. എത്ര ദിവസം, എത്ര സമയം, ഏതു സമയം എന്നൊന്നും ആ ആയത്തിൽ പരാമർശിച്ചില്ല. പിന്നീട് അല്ലാഹു പറയുന്നു അയ്യാമ മഅദൂദാത്ത്, അത് എണ്ണപ്പെടുന്നതായ ദിവസങ്ങളിൽ. അപ്പൊ ഏതാനും ദിവസങ്ങളിൽ എന്നർത്ഥം. എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയ്ക്കും ദിവസങ്ങൾ എന്നല്ല, എണ്ണിത്തീർക്കപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഏതാനും ദിവസങ്ങളിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ആ ഏതാനും ദിവസങ്ങൾ ഏതു മാസത്തിലാവണം?
അതൊരു വിഷയമാണ്. 12 മാസങ്ങളിൽ ഏതു മാസവും ആവാമല്ലോ. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയാൽ അവിടെ ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ഒരു 10-12 ഷർട്ടുകൾ നമ്മളെ മുമ്പിലിട്ടുന്നു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട, ഒന്നിനൊന്ന് ഭംഗിപ്പെട്ട ഷർട്ടുകളാണ് മുഴുവനും. പിന്നെ അതിൽ നിന്ന് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ്. അപ്പോ നമ്മളത് നമ്മുടെ ശരീരത്തോട് കൂടുതൽ ഇണങ്ങുന്നത് ഏതാണ്, കൂടുതൽ മുന്തിയത് ഏതാണ്, അതല്ലെങ്കിൽ കൂടുതൽ ഉറപ്പ് ഉണ്ടാകുന്നത് ഏതാണ് എന്നൊക്കെ നമ്മൾ അവലോകനം ചെയ്യും. ആ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സ് അവസാനം ഒരു ഷർട്ട് വാങ്ങാനേ നമ്മളടുത്ത് കാശുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ഷർട്ട് വാങ്ങാൻ ആവശ്യമായ തർജിഹാത്തുകൾ, അതിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ പരിഗണനകൾ നാം അവലോകനം ചെയ്യുകയും തദടിസ്ഥാനത്തിൽ നാം ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ ഈ എണ്ണപ്പെടുന്ന ദിവസങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന നോമ്പനുഷ്ഠാനത്തിന് ഏതു മാസത്തെ തെരഞ്ഞെടുക്കണം എന്നുള്ള ആ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് തൊട്ടുടനെയുള്ള ആയത്തിൽ പറയാണ്. സൂറത്തുൽ ബഖറയില് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. റമദാൻ മാസം എന്ന് പറയുന്നത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് എന്ന പ്രത്യേകത മറ്റൊരു മാസത്തിനും ഇല്ല. ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ള പ്രത്യേകത അത് ശേഷം വരുന്ന മാസങ്ങൾക്കില്ല, റമദാനിന് മുമ്പ് കഴിഞ്ഞുപോയ മാസങ്ങൾക്കില്ല. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ എന്താണ്? അല്ലാഹുവിന്റെ കലാമായ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന ഫദ്ല കലാമില്ലാഹി തആല അലാ ഇന്ന ഫദ്ല കലാമില്ലാഹി തആല, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ കലാമായ, അല്ലാഹുവിന്റെ സംസാരമായ ഖുർആനിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതേതുപോലെയാണ്? കലാമില്ലാഹി തആല അലാ ഖൽഖിഹി കഫദ്ലില്ലാഹി തആല അലാ ഖൽഖിഹി എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോ അള്ളാഹുവിന് സൃഷ്ടികൾക്ക് മേലുള്ള ശ്രേഷ്ഠത പോലെയാണ്. ഹലോ, അല്ലേ? ഞാനിപ്പോ നമ്മൾ ഖുർആൻ ഇറങ്ങിയ മാസമായത് എന്താണ്? ഖുർആന്റെ പ്രത്യേകത ഇന്ന ഫദ്ല കലാമില്ലാഹി അലാ സായിരിൽ കലാമി കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കജ്ജും വീശി നടക്കേണ്ട ഒരു സംഗതിയല്ല, അത് നമ്മൾ ചന്തിലോട്ട് പിടിക്കേണ്ട ഒരു സംഗതിയല്ല. ഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാമി കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. അള്ളാഹുവിന്റെ കലാമിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മികവും മറ്റ് കലാമുകളെ, മറ്റു വചനങ്ങളെ അപേക്ഷിച്ച്, മറ്റു ഭാഷണങ്ങളെ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ ഭാഷണത്തിന്റെ പ്രത്യേകത കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെക്കാൾ അള്ളാഹുവിനുള്ള മഹത്വം എന്താണോ അതുപോലെയുള്ള മഹത്വമാണ് അള്ളാഹുവിന്റെ കലാമായ ഖുർആന് മറ്റു കലാമുകളെക്കാളുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ള പ്രത്യേകതയാണ് റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഖുർആൻ അത് എടുത്തു പറയുകയാണ്. എന്താ ഖുർആൻ പറയുന്നത്? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആയതിനാൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ള പ്രത്യേകത ഇതര മാസങ്ങൾക്കില്ല, മുമ്പുള്ള മാസങ്ങൾക്കില്ല, വരാനിരിക്കുന്ന മാസങ്ങൾക്കില്ല. ആ പ്രത്യേകത കൊണ്ട് അനുഗ്രഹീതമായ റമദാൻ, ആ റമദാൻ മാസം, അതുകൊണ്ട് തന്നെ, ആയതിനാൽ തന്നെ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ആരു തന്നെയും ആ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ ഫൽയസുംഹു, അവൻ ആ മാസത്തിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാവുക എന്നതാണ് റമദാനിന്റെ ഏറ്റവും വലിയ പോലീശ എന്നും അതാണ് നോമ്പനുഷ്ഠാനത്തിന് എണ്ണപ്പെട്ട ദിവസങ്ങളെ റമദാൻ മാസത്തിൽ കണക്കാക്കാൻ കാരണം എന്നും
നമുക്ക് ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ മാസം റമദാൻ മാസത്തിൽ നാം ഖുർആൻ കൂടുതൽ ഓതണം, അതോടൊപ്പം തന്നെ ഖുർആനിനെ കൂടുതൽ മനസ്സിലാക്കുകയും വേണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ വേണം. ഒന്ന്, ഖുർആൻ ഓത്തിനെ വർദ്ധിപ്പിക്കണം. രണ്ട്, ഖുർആനിനെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മറ്റു നിസ്കാരങ്ങളെ അപേക്ഷിച്ച് സാധാരണഗതിയിൽ നമ്മൾ ഷാഫി മദ്ഹബിൽ ഒരു മസ്അല പറയുന്നുണ്ട്. എന്താണ്? നിസ്കാരത്തിൽ ഫർദ് നിസ്കാരങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് പുറമെ സൂറത്ത് ഓതൽ സുന്നത്താണ്. ഫാത്തിഹ നിർബന്ധമാണ്, സൂറത്ത് ഓതൽ സുന്നത്താണ്. ഈ സൂറത്ത് ഓതുമ്പോ അത് ഒരു സൂറത്തിന്റെ ഏതെങ്കിലും ഭാഗം എടുത്ത് ഒരു സൂറത്തിന്റെ ഭാഗികമായിട്ട് ഓതലാണോ ഏറ്റവും ശ്രേഷ്ഠം, അതോ കാമിലായ പൂർണ്ണമായ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഓതലാണോ ഏറ്റവും ശ്രേഷ്ഠം? അവിടെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ഭാഗികമായി ഓതുന്നതിനേക്കാൾ, ഒരു സൂറത്തിന്റെ ബഅദിനെ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം കാമിലായ സൂറത്ത് ഓതലാണ് എന്ന് പറയുന്നുണ്ട്. കാമിലായ സൂറത്ത് ഓതലാണ്. അതിൽ നിന്നൊരു ഇസ്തിസ്ന, അതിൽ നിന്ന് ഒരു ഒഴിവാക്കി പറയും. എന്താണ്? തറാവീഹ് ഒഴികെ. തറാവീഹ് ഏറ്റവും അഫ്ളലായത് ഫാത്തിഹ മുതൽക്ക് അല്ലെങ്കിൽ അൽബഖറ മുതൽക്ക് സൂറത്തുന്നാസ് വരേക്കും ഖത്മ് പൂർത്തിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതാണ് ചെറിയ സൂറത്തുകൾ, 20 റക്അത്തുകൾ ചെറിയ സൂറത്തുകൾ മുഴുവനായിട്ട് കാമിലായ സൂറത്തുകൾ ഓതുന്നതിനേക്കാൾ പുണ്യം അവ്വല് മുതൽക്ക് ആഖിർ വരെ ഖത്തം പൂർത്തിയാക്കി ഓതലാണ്. 30 ദിവസം കൊണ്ട് 30 ജുസും പൂർത്തിയായി തറാവീഹിൽ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും കൂലി കിട്ടുന്ന കാര്യവും എന്ന് നമ്മുടെ പണ്ഡിതന്മാർ, ഇമാമുമാർ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. അല്ലേ? അതേസമയത്ത് പിന്നെ ഈ പറഞ്ഞ പണ്ഡിതന്മാർ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 20 റക്അത്ത് തറാവീഹ് 20 റക്അത്ത് എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ ഏകോപനത്തിലൂടെ നമ്മുടെ മുന്നിൽ എത്തിയ ഒരു കാര്യമാണ്. സ്വഹാബത്തിന്റെ ഏകോപനത്തിലൂടെ നമ്മുടെ മുമ്പിലെത്തിയ കാര്യമാണ് എന്ത്? തറാവീഹ് 20 റക്അത്ത് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തറാവീഹ് 20 റക്അത്ത് എന്ന് പറയുന്നത് ഇന്നൊന്നലും തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗക്കാര് ഇസ്ലാമിന് കടത്തിക്കൂട്ടിയതല്ല, സ്വഹാബിമാർ കടത്തിക്കൂട്ടിയതല്ല, ഷാഫി ഇമാം കടത്തിക്കൂട്ടിയതല്ല, അബൂ ഹനീഫ ഇമാം കടത്തിക്കൂട്ടിയതല്ല, മാലിക് ഇമാം കടത്തിക്കൂട്ടിയതല്ല, അഹ്മദ് ബിൻ ഹംബൽ കടത്തിക്കൂട്ടിയതല്ല. അവര് അനുധാവനം ചെയ്തുകൊണ്ട് ദീനിനു വേണ്ടി ജീവിച്ച മഹാരഥന്മാരായ മഹാപണ്ഡിതന്മാര് കള്ളം പറഞ്ഞുണ്ടാക്കിയതല്ല. അത് അനാചാരം അല്ല. അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൺകുട്ടി പോലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയും ഇല്ല. തന്റെ ഇടത്തോടുകൂടി നേർക്കുനേരെ വന്നുകൊണ്ട് മുഖത്തോട് നോക്കിക്കൊണ്ട് ആ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ 20 നിഷേധികളായ തറാവീഹ് നിഷേധികളായ തറാവീഹിന്റെ അസ്ലിനെ തന്നെ നിഷേധിച്ചു കളയുന്ന ഷിയാക്കളിൽപ്പെട്ട റാഫിദിയാക്കളുടെ പിന്മുറക്കാരായ ഒരൊറ്റ പുത്തൻവാദിക്കും ഒരൊറ്റ മുജാഹിദിനും ഒരൊറ്റ ജമാഅത്തിനും ഒരൊറ്റ മൗദൂദിക്കും ഒരൊറ്റ വഹാബിക്കും സാധ്യമല്ല. ഉണ്ടെങ്കിൽ വരട്ടെ, സാധ്യമല്ല. ഇപ്പൊ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഈ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിന്റെ ജിന്ന് വിഭാഗം, ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. ആ വിഭാഗത്തിന്റെ അപ്പോസ്തലനായി ഇന്ന് പരിലസിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസൽ എന്ന് പറയുന്ന ഒരു മൗലവി, ആ മൗലവി പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തറാവീഹ് 20 നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടും ഇല്ല എന്ന പച്ച നുണ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫൈസൽ മൗലവി എന്ന് പറഞ്ഞ മൗലവി അയാൾ പറയുന്നുണ്ട്. അടുത്ത് അയാൾ ചങ്ങരംകുളത്തോ എവിടുന്നോ ഓരോരുത്തർ പ്രസംഗിച്ച ഒരു പ്രഭാഷണം. എന്താണ് അയാൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരിൽപ്പെട്ട രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണല്ലോ തറാവീഹിനെ പുനരേകീകരിച്ചത്. ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ
സഹാബിമാര് ഒരേ ഇമാമിന്റെ പിറകിലായിട്ട്, ഒരേ ഇമാമിന്റെ പിറകിൽ എന്ന് പറയുമ്പോൾ അവിടെ ചില പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? സാധാരണ മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കൽ ഖലീഫമാരാണ്. നബിയുടെ കാലത്ത് റസൂലുള്ളയാണ്. ചില പ്രത്യേക ഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഇമാമത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒന്നാമത്തെ ഖലീഫയായിട്ട് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമത്ത് നിന്നിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇമാമത്ത് നിന്നിരുന്നത്. പക്ഷേ ഹിജ്റ 14-ാമത്തെ വർഷം 13-ാമത്തെ വർഷത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണ ചുമതലയേൽക്കുന്നത്. 14-ാമത്തെ വർഷത്തിൽ ഭരണ നിർവഹണത്തിനിടയിൽ പള്ളിയിൽ ചെന്നപ്പോൾ, മസ്ജിദ് നബവിയിൽ ചെന്നപ്പോൾ അങ്ങിങ്ങായിട്ട് സ്വഹാബിമാർ തറാവീഹ് നിസ്കരിക്കുന്ന രംഗം കണ്ടപ്പോൾ അവരെ ഒരു ഇമാമിന്റെ കീഴിൽ ഏകീകരിപ്പിക്കുക എന്നുള്ള ഏറ്റവും ചരിത്രപരമായ ഉദ്യമം, ആ ഉദ്യമമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ചത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 20 നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിർവഹണം അവിടെ നടന്നിട്ടില്ല. അത് കളവാണ്, അങ്ങനെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും പുതിയ വെടി ആ വെടി ഇവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ താരത്തിൽ ആ ക്ലിപ്പുണ്ടോ? അതൊന്നും ഇവിടെ കേൾപ്പിക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ആരോരുത്തരും ക്ലിപ്പുണ്ടോ? ഞാൻ എന്റെ വിഷയം ഖുർആനാണെങ്കിലും ഖുർആനുമായി ബന്ധപ്പെട്ടതാണല്ലോ തറാവീഹ്. തറാവീഹിന്റെ വിഷയം പറഞ്ഞപ്പോ, ഖുർആനിന്റെ വിഷയം പറഞ്ഞപ്പോ തറാവീഹുമായി ബന്ധപ്പെട്ട് ഖുർആനിനെ അവ്വല് മുതൽ കാഹിർ വരെ അഥവാ 30 ജുസ്ഉം 30 ദിവസം കൊണ്ട് ഓരോ ദിവസത്തെയും 20 റക്അത്തുകളിലായിട്ട് ഖത്മ ചെയ്യലാണ് ചെറിയ സൂറത്തുകൾ കാമിലായി ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്നൊരു മസ്അല പറയുന്നതിനിടയിലാണ് തറാവീഹ് കടന്നു വരുന്നത്. അപ്പോഴാണ് ഈ സംഭവം ദുൽദുൽ കൈബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലിപ്പ് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? ദുൽദുലുണ്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ക്ലിപ്പൊന്ന് നമ്മളെല്ലാവരും ഒന്ന് കേൾക്കുക, എന്താണ് അതിലായാലും പറയുന്നത് ഒന്ന് കേൾക്കുക. അപ്പൊ ഞാൻ അതിനിടയിൽ എനിക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ അപ്പൊ റൈസ് ഹാൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ പിന്നെ കൈ താത്തിയാൽ മതി, മൈക്ക് ഓഫ് ആക്കിയാൽ മതി. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ അതിന്റെ അവലോകനം ചെറിയ മട്ടത്തിൽ നിർവഹിക്കും. പിന്നെ അതോടൊപ്പം തന്നെ എന്റെ വിഷയം കുറച്ച് സംസാരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം എന്ന് മാത്രം അറിയിക്കുകയാണ്. ഞാൻ റിലീസ് ചെയ്യാം. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്നിടി, അതായത് ഈ ഫൈസൽ മൗലവി പറയുന്ന മുഖാമുഖത്തിന്റെ ക്ലിപ്പാണ് ഇടണ്ട കേട്ടോ. പിന്നെ ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ആരോപിക്കുന്ന വേറൊരു കാര്യം. അതായത് നബി ചെയ്യാത്തൊരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു. അതായത് തറാവിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. 20 റക്അത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു എന്നും മുജാഹിദ് പറയുന്നു. അത് അത്ര ഇല്ല എന്നുള്ളതും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ തറാവീഹ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഏത് ചോദ്യകർത്താവാണെങ്കിലും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് 20 നിസ്കരിച്ചെങ്കിൽ ആ നിസ്കാരം അത് ബിദ്അത്താണ്, അനാചാരമാണെന്ന് മുജാഹിദ് പറയുമ്പോ ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പുത്തൻ ആചാരം നിർമ്മിച്ച ആളാണോ, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ആളാണോ, തെറ്റ് ചെയ്ത ആളാണോ? വളരെ ശ്രദ്ധിക്കണം, ആ ചോദ്യം ശ്രദ്ധിക്കണം. ഇവിടെ തെറ്റ് എന്ന് പറയുമ്പോ ഇനി ഫൈസൽ മൗലവി ഇവിടെ ഒരു ഉൾട്ട് നടത്തുന്നുണ്ട്. അതായത് ഒരു തിരിമറി. അതായത് സഹാബത്ത് മഅസൂമുകളൊന്നുമല്ല, തെറ്റ് വരാത്തവരല്ല, പക്ഷെ അവർ മഹാന്മാരാണ്, അവർ വലിയ മഹാന്മാരാണ്. അവരെ സംബന്ധിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റളിയല്ലാഹു അൻഹു വറദു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റവരിൽ നിന്ന് വന്നാൽ തന്നെ അത് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അവർ വലിയ മഹാന്മാരാണ്, അങ്ങനെയാണ്. വഅദല്ലാഹുൽ ഹുസ്നാ, അവർക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അത്രയും വലിയ മഹാന്മാരാണ്. പക്ഷെ ഒരു മഅസൂമികളൊന്നുമല്ല, തെറ്റൊക്കെ സംഭവിച്ചൂടായൊന്നുമില്ല എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ ആ മറുപടിന്റെ അതിന്റെ ഫൽഹാസിൽ എന്തായിരിക്കും എന്ന് വെച്ചാല്, അതിന്റെ ഫൽഹാസില് സഹാബത്ത് അവര് മഹാന്മാരാണ്. നീ എന്തെങ്കിലുമൊക്കെ തെറ്റവരിൽ നിന്ന് സംഭവിച്ചാൽ തന്നെയും അവര് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അവര് നബിയുടെ സഹവാസം കിട്ടിയ ആളുകളാണ്, അവർ പിൻപറ്റപ്പെടേണ്ടുന്ന ആളുകളാണ്. തെറ്റ് സംഭവിച്ചാൽ തന്നെയും
എന്ന് പറയുന്നുണ്ട്. ഇവിടെ ചോദ്യകർത്താവ് ചോദിക്കുന്ന തെറ്റ് ഏതാണ്? ദീനിൽ കടത്തിക്കൂട്ടുക എന്നുള്ള തെറ്റ് സ്വഹാബത്ത് ചെയ്യോ എന്നാ ചോദ്യം. നല്ലോ ശ്രദ്ധിക്കണം. ചോദ്യം എന്താണ്? ദീനിൽ കടത്തിക്കൂട്ടുക, ദീനിലില്ലാത്തത് ദീനിൽ കടത്തിക്കൂട്ടുക എന്ന തെറ്റ് സഹാബിമാർ അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്യുമോ എന്നാ ചോദ്യം. അല്ലാതെ വ്യക്തിപരമായ തെറ്റ് ചെയ്യുമോ ചെയ്യൂലേ എന്നുള്ളതല്ല. വ്യക്തിപരമായിട്ട് ഇപ്പൊ മാഇസ് റളിയല്ലാഹു തആല അൻഹു വ്യഭിചാരം ചെയ്തിട്ടില്ലേ? വാബിദിയ വംശത്തിൽപ്പെട്ട ഒരു സഹാബി വനിത വ്യഭിചാരം നടത്തിയിട്ടില്ലേ? വ്യക്തിപരമായ തെറ്റുകൾ, എന്തെല്ലാം തെറ്റുകൾ സഹാബത്തിൽ നിന്ന് സംഭവിച്ചേക്കാം. അതാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അതാണോ ചോദ്യകർത്താവിന്റെ ചോദ്യം? ദീനിൽ കടത്തിക്കൂട്ടുക എന്നുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലായ ചോദ്യം? അയാളെ ചോദ്യത്തിന്റെ പോയിന്റ് എവിടെയാണ് എന്നുള്ളതും ആ ചോദ്യത്തിനെ തന്ത്രപരമായിട്ട് ഫൈസൽ മൗലവി മറിച്ചിടുന്നത് എങ്ങനെയാണ് എന്നുള്ളതും നിങ്ങൾ ശരിക്കൊന്ന് അവലോകനം ചെയ്യണം. ഇത് ഈ സർവ മൗലവീസിന്റെയും തന്ത്രമാണിത്. മൗലവിയാക്കളുടെ മുഴുവൻ തന്ത്രമാണിത്. ഇത് അവരുടെ അനുയായികൾ ബുദ്ധിഭ്രമം സംഭവിച്ച അല്ലെങ്കിൽ ബുദ്ധിപരമായ വികാസം നഷ്ടപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്കിത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. പക്ഷെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ചോദ്യം എന്താണ്? ദീനിൽ കടത്തിക്കൂട്ടുക. ഞാൻ ഒറ്റ ഉദാഹരണം കൊണ്ട് പറയാം. അപ്പൊ ദുൽദുലിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ദുൽദുൽ എന്ന് പറഞ്ഞ സഹോദരൻ ഒരു തെറ്റ് ചെയ്തു. എന്താ തെറ്റ് ചെയ്തത്? ദുൽദുൽ എന്ന് പറഞ്ഞ സഹോദരൻ ഇന്നത്തെ റമളാൻ നോമ്പ് ഒഴിവാക്കി. ഉദാഹരണം കേട്ടോ. എന്നാൽ അതൊരു തെറ്റാണ്. അതേ സമയത്ത് ദുൽദുൽ എന്ന് പറയുന്ന സഹോദരൻ ഇന്നത്തെ ളുഹ്ർ നിസ്കാരം 4 റക്അത്തുള്ള ളുഹ്ർ നിസ്കാരത്തിനെ പറ്റി ദുൽദുൽ പറയാണ് 4 റക്അത്തല്ല 10 റക്അത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ 6 റക്അത്ത് ദുൽദുൽ വർദ്ധിപ്പിച്ചു. അത് ദീനിൽ കടത്തിക്കൂട്ടിയതാണ്. ഇത് വേറെ തെറ്റാണ്. ഈ രണ്ട് തെറ്റും ഒരുപോലെയാണോ? വ്യക്തിപരമായിട്ടുണ്ടാകുന്ന തെറ്റും ദീനിൽ കടത്തിക്കൂട്ടുക, ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടുക എന്ന് പറയുന്ന തെറ്റും ഒരുപോലെയാണോ? അപ്പൊ ചോദ്യം എന്താണ്? ദീനിൽ കടത്തിക്കൂട്ടുക എന്നുള്ള തെറ്റ് വരുത്തിയിട്ടുണ്ടോ? അതിന് മറുപടി എന്താണ്? സഹാബിമാര് വ്യക്തിപരമായിട്ട് അവർക്ക് തെറ്റുപറ്റാത്തവരാണെന്ന് പറയാൻ പറ്റൂല, മഅസൂമികളൊന്നുമല്ല. ഇതെന്ത് അരി എത്ര എന്ന ചോദ്യത്തിന് പയറന്നാഴി എന്നാണോ പറയേണ്ടത്? അപ്പൊ ചോദ്യം എന്താണ് എന്നും ഇനി അയാൾ പറയാൻ പോകുന്ന മറുപടി എന്താണ് എന്നും കൃത്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ആ ചോദ്യത്തിന് ശേഷം അയാൾ പറയുന്ന മറുപടി കൃത്യമായിട്ടൊന്ന് ആ നേരത്തെ ഇട്ട ക്ലിപ്പിന്റെ ബാക്കി ഭാഗങ്ങൾ അത് ഇടുക. ഉമർ ഖത്താബിന് തെറ്റുപറ്റിയത് ഇല്ല. ആ വിഷയത്തിൽ ഉമർ ഖത്താബിന് തെറ്റുപറ്റിയിട്ടില്ല. എന്നാൽ സ്വഹാബിമാരാരും തെറ്റുപറ്റാത്തവരാണ് എന്ന ഒരു തലത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല. മഅസൂമുമാർ പ്രവാചകന്മാരാണ്. പാപസുരക്ഷിതർ അമ്പിയാക്കന്മാര് മാത്രം. അവർക്ക് പാപം സംഭവിക്കില്ല. സ്വഹാബിമാർക്ക് ഇയാളെന്താ പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല, എങ്കിലും സഹാബിമാര് മഅസൂമികളാണെന്ന് പറയാൻ പറ്റൂല, തെറ്റുപറ്റാത്തവരാണെന്ന് പറയാൻ പറ്റൂല. തെറ്റുപറ്റാത്ത മഅസൂമികൾ പ്രവാചകന്മാർ മാത്രമാണ്. അപ്പോ ദീനിൽ കടത്തിക്കൂട്ടുക എന്നുള്ള തെറ്റ് സഹാബിമാരിൽ നിന്ന് സംഭവിച്ചേക്കാം. നഊദു ബില്ലാഹ്. ഇയാളൊക്കെ എങ്ങട്ടാണ് പോകുന്നത്? ഇയാളുടെ അനുയായികളെ സ്വർഗത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? സഹാബിമാരെ ചീത്ത വിളിക്കുന്ന ഖവാരിജിയാക്കളുടെ പിന്മുറക്കാരായിട്ട് ആധുനിക ലോകത്ത് കണ്ടുവരുന്ന ഖവാരിജിയാക്കളുടെ അതേ വാദഗതി വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഇവരെന്ന് മനസ്സിലായില്ലേ? എത്ര ഗൗരവപ്പെട്ടതാണ് ആ വാക്ക്. ഇത് ചെറിയ വിഷയമാണോ? അസ്സഹാബത്തു കുല്ലുഹും ഉദൂലുൻ. ഉസൂലുൽ ഹദീസിന്റെ നിയമാണത്. അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ. ദീനിന്റെ വിഷയത്തിൽ സഹാബിമാരൊക്കെ സത്യസന്ധരാണ് എന്നാണ്. ദീനിന്റെ വിഷയത്തിൽ സഹാബിമാർ സത്യസന്ധരാണ്. എല്ലാവരും സത്യസന്ധരാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് സൂറത്തു തൗബയില് എന്താ പറഞ്ഞത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. സഹാബിമാരോട് പിൻപറ്റുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട് എന്നാണ്. കാരണം എന്തുകൊണ്ട്? സഹാബിമാരെ പിൻപറ്റിയ സഹാബിമാര് ദീനിൽ തെറ്റുപറ്റൂല, അവരൊക്കെ ആദിലീങ്ങളാണ്, സത്യസന്ധന്മാരാണ് എന്നാണ്. അതൊരു കാരണം.
അതുകൊണ്ടാണ് നമ്മൾ ഉസൂലുൽ ഫിഖ്ഹിലും ഉസൂലുൽ ഹദീസിലും കൃത്യമായി പറയുന്നുണ്ട് അസ്സഹാബത്തു കുല്ലുഹും ഉദൂലുൻ, സഹാബിമാർ മുഴുവൻ ആദിലീങ്ങളാണ്. ഇയാളെന്താ പറഞ്ഞത്? ഈ വിഷയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിലോ സഹാബിമാർ മഅ്സൂമുകളാണെന്ന് പറയാൻ പറ്റൂല, തെറ്റുപറ്റാത്തവരാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ദീനീ വിഷയത്തിൽ സഹാബിമാർക്ക് തെറ്റ് വരാറുണ്ട്. എത്ര ഗൗരവപ്പെട്ട വാക്കാണത്, എത്ര ഗൗരവപ്പെട്ട പദപ്രയോഗമാണത്. ഇയാൾ ഈ പദപ്രയോഗത്തിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആഖിബത്തും അയാളുടെ പരലോകവും എവിടേക്കായിരിക്കും? ഞാൻ ഗൗരവപ്പെടുത്തി സംസാരിക്കുക, നിങ്ങൾ ആരും വിമർശിക്കണ്ട. ആ പദപ്രയോഗത്തിന്റെ ഗൗരവം എവിടേക്ക് ചെന്ന് മുട്ടും എന്നുള്ളത് ഈ റമദാൻ മാസത്തിന്റെ പരിശുദ്ധമായ സമയത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിന്റെ ബാക്കി തുടരുക. ദുൽദുല അതിന്റെ ബാക്കി ആ ക്ലിപ്പിൽ. പാപസുരക്ഷിതർ അമ്പിയാക്കന്മാര് മാത്രം, അവർക്ക് പാപം സംഭവിക്കില്ല. സ്വഹാബിമാർക്ക് ഒരു പക്ഷെ വല്ല അബദ്ധം പറ്റിയാൽ തന്നെ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അപ്പോൾ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ റബ്ബിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാ സ്വഹാബിമാർക്കും അല്ലാഹു തആല ഏറ്റവും മെച്ചമായത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താ ഏറ്റവും മെച്ചമായത്? തഫ്സീറിൽ കാണാം, അൽ ഹുസ്ന അൽ ജന്ന. ഏറ്റവും മെച്ചമായത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അല്ലാഹു അഅലം. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നേർമാർഗത്തിലാകും. അപ്പൊ സ്വഹാബത്തിന്റെ വിശ്വാസം ശരിയാണ്. സ്വഹാബത്തിനെ പറ്റി ഖുർആനിൽ മാത്രമല്ല ഹദീസിൽ മാത്രമല്ല തൗറാത്തിലും ഇൻജീലിലും സ്വഹാബത്തിനെ പറ്റി പരാമർശമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാനത്തിൽ കാണാം ദാലിക മസലുഹും ഫിത് തൗറാത്ത്. മുഹമ്മദ് നബിയും വല്ലദീന മഅഹു, നബിയുടെ കൂടെയുള്ളവരും എന്ന് പറഞ്ഞിട്ട് ശേഷം അല്ലാഹു അവസാനം പറയുന്നു ദാലിക മസലുഹും ഫിത് തൗറാത്ത്. ഇതാണ് തൗറാത്തിൽ അവരെ പറ്റി പറഞ്ഞ ഉദാഹരണം. വമസലുഹും ഫിൽ ഇൻജീലി, ഇൻജീലിൽ അവരെ പറ്റി ഉദാഹരണം പറഞ്ഞത് ശേഷം അല്ലാഹു വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വഹാബത്തിനെ പറ്റി തൗറാത്തിലും ഇൻജീലിലും പരാമർശമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അവർ മഹാന്മാരാണ്, ഉന്നതന്മാരാണ്, മാതൃകാ യോഗ്യരാണ്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ തറാവീഹ് വിഷയത്തിൽ ഉമർ ഖത്താബിന് അല്ല തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ് 20 പറഞ്ഞത് തറാവീഹിന്റെ വിഷയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിലും സഹാബത്ത് തീരെ തെറ്റു പറ്റാത്തവരാണെന്ന് പറയാൻ പറ്റൂല. കാരണം അവർ മഅ്സൂമിങ്ങളല്ല. എന്നാലും സഹാബിമാർ മഹാന്മാരാണ്. കാരണം ഖുർആനിൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടില്ലേ, വഅദല്ലാഹുൽ ഹുസ്ന എന്ന് പറഞ്ഞിട്ടില്ലേ. എന്ത് വരുത്തി? അപ്പോ ദീനിൽ ചോദ്യം എന്താണ്? ദീനിൽ കടത്തിക്കൂട്ടുക എന്ന തെറ്റ് സംഭവിച്ചിട്ടുണ്ടോന്നാ. അതിന് മറുപടി എന്താണ്? തറാവീഹിന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല, പക്ഷെ ഒരു വിഷയത്തിലും സംഭവിക്കൂല എന്ന് പറയാൻ പറ്റൂല. ഇയാളൊക്കെ എന്താ വേണ്ടത്? പേഴ്സണലായ തെറ്റുകളെ പറ്റിയാണെങ്കിൽ കുഴപ്പമില്ല. വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ ഉദാഹരണ സഹിതം തന്നെ പറഞ്ഞു. ദുൽദുൽ എന്ന് പറഞ്ഞ എന്റെ സഹോദരൻ, ആ സഹോദരന് പിന്നെ ഇന്ന് ളുഹ്ർ നിസ്കാരം 10 റക്അത്താണെന്ന് വാദിച്ചു. അതൊരു തെറ്റാണ്. ഇന്ന് അദ്ദേഹം അതെ മുസ്തഫ മുത്ത് പറഞ്ഞ മാതിരി ചുരുട്ടി കൂട്ടി അടിക്കണം. അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ പിന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ പ്രതികരണ അടിസ്ഥാനത്തിൽ എന്തും ഇപ്പൊ റിയാക്ട് ചെയ്യാം. ഞാനതിനെ എതിർക്കൂല. അപ്പൊ ചുരുക്കത്തിൽ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണം പറഞ്ഞല്ലോ, ളുഹ്ർ നിസ്കാരം 10 റക്അത്താണെന്ന് പറയലും അതേ സമയത്ത് ളുഹ്ർ നിസ്കാരം ഒഴിവാക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ളുഹ്ർ നിസ്കാരം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ഒരു തെറ്റാണ്. അതേ സമയത്ത് ളുഹ്ർ നിസ്കാരം 10 പറയലോ ദീനിൽ കടത്തിക്കൂട്ടുക എന്നുള്ള തെറ്റാണ്. ആ രൂപത്തിലുള്ള തെറ്റ് സ്വഹാബത്ത് അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? തറാവീന്റെ വിഷയത്തിൽ നടന്നിട്ടില്ല. പക്ഷേ തീരെ സ്വഹാബിമാരിൽ നിന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം അവർ മഅ്സൂമികളല്ലല്ലോ. എന്നാലും അവർ വലിയ മഹാന്മാരാണ്. എന്താണ് ഈ പറയുന്നത്? ഇത്ര ഗൗരവപ്പെട്ട പ്രയോഗമാണത്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്താണ് അയാൾ പറയുന്നത്? ആ ഭാഗം ഒന്നും കൂടി ഇട്ട് അത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയാലോ ഒരു 5-6 സെക്കൻഡ്, ആ 5-6 സെക്കൻഡ് ഒന്ന് വലിച്ചിട്ട് അതിന്റെ ബാക്കി അല്ല തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ്
മാതൃക യോഗ്യരാണ്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ തറാവീഹ് വിഷയത്തിൽ ഉമർ ഏതാണ് ഈ മൗലവി? ഉമറുൽ ഖത്താബ് തങ്ങൾ 20 നടപ്പിലാക്കിയെന്ന് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത്. അപ്പൊ ഇമാം ഷാഫിഈ തങ്ങൾക്ക് തെറ്റുപറ്റി, അബൂ ഹനീഫ ഇമാമിന് തെറ്റുപറ്റി, മറ്റു ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമുമാർക്കെല്ലാം തെറ്റുപറ്റി. ഇന്ന് വരെ മക്കത്തും മദീനത്തും നിരാക്ഷേപം നടന്നുവരുന്ന ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രങ്ങളിലൊക്കെ നടന്നുവരുന്ന മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ തെറ്റുപറ്റി. ഇയാളോട് എനിക്ക് പറയാനുള്ളത് സൂറത്തുൻ നിസാഇന്റെ 115 ഒരൊറ്റ ആയത്ത് മാത്രമാണ്, വേറൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ്? ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സത്യം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ പുണ്യ റസൂലിനോട് ആരെങ്കിലും എതിർത്തു നിന്നാൽ, അതുപോലെ മുഅ്മിനീങ്ങൾ കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങൾ അനുവർത്തിച്ചു പോന്ന ഒരു കാര്യത്തിനോട് അതിനോട് എതിരായി നിന്നാൽ നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് അവനെ നാം തിരിക്കും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്ക് അവനെ നാം എത്തിക്കുകയും ചെയ്യും. വസഅത് മസീറാ, നരകം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ കേന്ദ്രമാകുന്നു എന്ന ആ ഒരൊറ്റായത്ത് അത് അയാളുടെ മണ്ടയിൽ കയറുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇല്ലെങ്കിൽ നമുക്കിപ്പോ ഒന്നും പറയാല്ല. നമ്മൾക്ക് ഇന്നമാലീനൽ ബലാഗ്, ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എത്തിച്ചു കൊടുക്കൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. ഹിദായത്ത് അത് വേറെ കാര്യമാണ്. ഏതാ ഇതിന്റെ ബാക്കി? നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ധൈര്യമായി ഏത് മുസ്ലിയാക്കന്മാരും പോയി ചോദിക്കാം, ഏത് മുസ്ലിയാക്കന്മാരും. ഉമർ ഖത്താബ് തറാവീഹ് നിസ്കരിച്ചുവെന്നോ നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്നോ ഒരു റിപ്പോർട്ടുണ്ടോ? ഇല്ലേ, ഇല്ല, ഒരിക്കലുമില്ല. ഉമർ ഖത്താബ് കൽപ്പിച്ച എത്രയാ? 11. ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നു, അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബ് വതമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസ് ബി11 റക്അ. ഉബയ്യ ഇബ്നു കഅബിനോടും തമീം അദ്ദാരിയെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായി നിശ്ചയിച്ചു. അവരോട് കൽപ്പന കൊടുത്തു 11 റക്അത്ത് നിസ്കരിക്കാൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാബി ഫതാവയിൽ എന്താണ് ഇയാൾ പറഞ്ഞത്? അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് മുവത്തയിലുള്ള ഒരു റിപ്പോർട്ട് വായിക്കാണ്. എന്താണ് ഒരു റിപ്പോർട്ട്? മുവത്തയിൽ 1-ലധികം റിപ്പോർട്ടുണ്ട് ആ വിഷയത്തിൽ. മുവത്തയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 11, 2 ഇമാമുമാരോടും 11 വീതം നിസ്കരിക്കാൻ, 11 നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ശറഹിൽ മുന്തഖയിലൊക്കെ പറയുന്നുണ്ട്. 11 എന്ന് പറഞ്ഞാൽ 11 2 ഇമാമിങ്ങളോടും കൂടി 11 നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? 11 വീതം നിസ്കരിക്കാൻ. ഒരാളോട് 11 നിസ്കരിക്കാനും ബാക്കി മറ്റേയാൾ അതിന്റെ ബാക്കി നിസ്കരിക്കണം. ആ ബാക്കി എന്ന് പറയുന്നത് എത്രയെന്നുള്ളതിലാണ് പിന്നെ തർക്കമുള്ളത്. ബാക്കി എന്ന് പറയുന്നത് ബാക്കി 10 റക്അത്താണോ 12 റക്അത്താണോ എന്നുള്ളതിൽ തർക്കമുണ്ട്. അത് 12 ആണെന്ന് പറയുന്നവരുണ്ട്, 11 ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ മാക്സിമം 21 അല്ലെങ്കിൽ 23. ഇത് 2 ഇമാമിങ്ങളോടെ കൽപ്പിക്കുന്നത്. 2 ഇമാമിങ്ങൾ, 1 ഉബയ്യ് ഇബ്നു കഅബ്, 2 തമീം അദ്ദാരി. 2 ആളോടും കൂടി 11 വീതം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ എത്ര മൗലവി അപ്പൊ ഉണ്ടാകുക? 11 റക്അത്താ ഉണ്ടാകുക. ഏറ്റവും ചുരുങ്ങിയത് 11 11 22 ഉണ്ടാവൂലേ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങൾ കണക്ക് പഠിച്ചിട്ടില്ലേ? കണക്ക് കൂട്ടാനറിയില്ലേ? കൂട്ടാനറിയാതെ തോന്നിയാസം പറയാം. ഇനി അത് മാത്രമാണോ മുവത്തയിലുള്ളത്? മുവത്തയിൽ പിന്നെ വേറെ കാണാം. എന്താണുള്ളത്? അല്ലേ? മുവത്തയിൽ വേറെ സ്ഥലത്ത് കാണാം. എന്താണ്? യസീദ് ഇബ്നു റൂമാനെ തൊട്ടുള്ള റിപ്പോർട്ടിൽ കാണാം. എത്ര? 23 നിസ്കരിച്ചു. ഉമറുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് 23 നിസ്കരിച്ചു. മുവത്തയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം. എന്ത്?
8 റക്അത്ത് കൊണ്ട് അൽ-ബഖറ പൂർത്തിയാക്കുകയാണെങ്കിൽ 8 റക്അത്ത്, ചില സമയത്ത് 8 റക്അത്തിനുള്ളിൽ അൽ-ബഖറ പൂർത്തിയാക്കാറുണ്ട്, ചില സമയത്ത് 12 റക്അത്തിനുള്ളിൽ അൽ-ബഖറ സൂറത്ത് പൂർത്തിയാക്കാറുണ്ട്. അപ്പൊ കണ്ടോ അവിടെ 12 റക്അത്ത്, ഇത് മുവത്തയിൽ തന്നെയല്ലേ പറഞ്ഞത്. 8 റക്അത്തിനുള്ളിലാണ് അൽ-ബഖറ സൂറത്ത് പൂർത്തിയാക്കുന്നതെങ്കിൽ അപ്പോ വളരെ നീണ്ട നിസ്കാരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കും. 12 റക്അത്തിനുള്ളിലാണ് അൽ-ബഖറ സൂറത്ത് പൂർത്തിയാക്കുന്നതെങ്കിലോ അപ്പോ കുറച്ചും കൂടി വേഗതയുള്ള നിസ്കാരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കും എന്ന് പറയുന്ന റിപ്പോർട്ട് മുവത്തയിലില്ലേ? എന്തിനെ മൗലവി നിങ്ങളത് മൂടി വെച്ചത്? പിന്നെ മുവത്ത മാത്രമല്ലല്ലോ ഹദീസിന്റെ കിതാബുള്ളത്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഇല്ലേ സഹീഹായ ഹദീസ്, സായിബ് ഇബ്നു യസീദ് എന്ന സഹാബി പറഞ്ഞില്ലേ, ഞങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് 20 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു, വിത്തറടക്കം. വിത്തറും 20 റക്അത്ത് തറാവീഹും നിസ്കരിക്കാറുണ്ടായിരുന്നു. വേറെ സ്ഥലത്ത് 23 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇത് ഇമാം ബൈഹഖി തങ്ങൾ മഅരിഫത്തു സുനനി വൽ ആസാറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സുനനുൽ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സഹീഹായ ഹദീസാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള എത്രയോ ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ മാക്സിമം എന്തേ വരുള്ളൂ? ഉമറുൽ ഖത്താബ് തങ്ങൾ ഈ 2 ഇമാമുമാരോടും ആകെ 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് തന്നെയാണ് സമ്മതിക്കുക. അങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ വന്നു. മറ്റൊരു റിപ്പോർട്ടിൽ 20 നിസ്കരിച്ചു എന്നും കണ്ടു, വേറെ റിപ്പോർട്ടിൽ 23 നിസ്കരിച്ചു എന്ന് കണ്ടു. എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം ജംഅ് ചെയ്യാണ് വേണ്ടത്, ഇതിനെല്ലാം സംയോജിപ്പിക്കുകയാണ് വേണ്ടത്. ഹദീസുകളിൽ വൈരുദ്ധ്യം തോന്നുകയാണെങ്കിൽ സംയോജിപ്പിക്കണമെന്നാണ് മൗലവി നിയമം. വിവരമില്ലാതെ ജൽപ്പന നടത്താൻ പാടില്ല. കുറച്ചൊക്കെ പഠിപ്പ് വേണ്ടേ? ഇത് കണക്കുകൂട്ടാനും അറിയില്ല, ഹദീസിന്റെ നിയമങ്ങളും അറിയില്ല, അറബിയിൽ നിന്ന് വലത്തിൽ നിന്ന് ഇടത്തോട്ട് എഴുതിയതാണ് വായിച്ചാൽ വിട്ടാൽ മതിയോ? ഇത്ര ഗൗരവപ്പെട്ട കാര്യമാണ് ഈ റമദാൻ ഷരീഫിന്റെ ഈ കാലയളവിൽ ഇമ്മാതിരി നുണ പറയുന്നത്. എത്ര ഗൗരവപ്പെട്ടതാണിത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ മുവത്തയിലുള്ള ഒരു റിപ്പോർട്ട് മാത്രമല്ല, ഒട്ടനേകം റിപ്പോർട്ടുകൾ വേറെയും മുവത്തയിലുണ്ട്. അതെന്തുകൊണ്ട് മൗലവി മൂടി വെച്ചു? മൗലവി അത് കണ്ടിട്ടുണ്ടാകൂല. മുവത്ത മാത്രമല്ല ഹദീസ് ഗ്രന്ഥങ്ങൾ ഉള്ളത്, വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതെല്ലാം പരിഗണിച്ച്, അതെല്ലാം പരിശോധിച്ച്, അവയുടെ അവലോകനങ്ങൾ മുഴുവൻ നിർവഹിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുത്ത നിയമമാണ് നമ്മുടെ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമോ അറിവോ പാണ്ഡിത്യമോ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമോ ഇയാൾക്കില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇപ്പൊ കൂടുതൽ പ്രവേശിക്കുന്നില്ല. അയാള് സുയൂത്തി ഇമാമിനെ സംബന്ധിച്ച് ഒരു പച്ചക്കള്ളം പറയുന്നുണ്ട്, അതുകൂടി ഞാനിവിടെ അവലോകനം ചെയ്യാം. സുയൂത്തി ഇമാം എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? പറയട്ടെ. ആ ദുൽദുല ബാക്കി ഭാഗം ഇട്ടാൽ സുയൂത്തി ഇമാമിനെ പറ്റി പറയുന്ന ആ ഭാഗം അതും മതി. പറഞ്ഞതായി ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ-ഹാബിയിൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അല്ലദീ ജമഅ അലൈഹി ഉമറുൻ നാസ അഹബ്ബു ഇലയ്യ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിസ്കാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം. വഹിയ സ്വലാത്തു റസൂലില്ലാഹ്, അത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരവും. വഹിയ ഇഹ്ദാ അസ്റക, അത് 11 റക്അത്താകുന്നു. ഉമർ ഖത്താബ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിസ്കാരം 11. ഇയാള് ഹാവി എന്ന് പറഞ്ഞ ആ സുയ്യത്ത് ഇമാമിന്റെ കിതാബ് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാള് ആരോ എഴുതി കൊടുത്ത ഒരു കുറിപ്പ് കാണാതെ ഉരുവിട്ട് പഠിച്ച് അത് പമ്പരവിഡ്ഢികളായ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു പ്രാവീണ്യം പ്രഭാഷണ കലയിൽ നേടിയെടുത്തു എന്നതിൽ കവിഞ്ഞ് അയാൾക്ക് പണ്ഡിതോചിതമായ അവലോകനത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ അയാള് മഹാവിഡ്ഢിത്തമാണ് വിളമ്പുന്നത്. ഞാൻ ചുരുക്കി പറയാം. കാരണം ഇത് സുയൂത്തി ഇമാമിന്റെ അൽ-ഹാവിയിൽ ഫതാവ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അദ്ദേഹം തുടക്കത്തിലേ പറയുന്നുണ്ട്, മാലികി ഇമാമിന്റെ അടുക്കൽ തറാവീഹ് 36 റക്അത്താണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അത് സുയൂത്തി ഇമാം നേരിട്ട് പറയാണ്. ഇമാം സുയൂത്തി തങ്ങൾ നേരിട്ട് പറയാണ്, മാലിക് റളിയല്ലാഹു തആലാന്റെ അടുക്കൽ തറാവീഹ് 36 റക്അത്താണ്
20 കൂടുതലുണ്ടോ ഇല്ല എന്നുള്ളതിലാണ് ഷാഫി ഇമാമും മാലിക് ഇമാമും തമ്മിൽ തർക്കമുള്ളത്. 20 ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. തറാവീഹ് 20 എന്നതിൽ തർക്കമില്ല. അതിനപ്പുറത്തുള്ളതിലേ തർക്കമുള്ളൂ. തറാവീഹ് 20 എന്നതിൽ തർക്കമില്ല. അതിന്റെ അപ്പുറത്തിനുള്ളതിലേ തർക്കമുള്ളൂ. അപ്പൊ ആ തർക്കത്തിൽ ഒരു അഭിപ്രായക്കാരനായ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് 36 എന്ന് വളരെ വ്യക്തമായിട്ട് സുയൂത്തി ഇമാം തൊട്ട് മുമ്പത്തെ പേജിൽ രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നെ സുബ്കി ഇമാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇമാമുണ്ട്. ആ സുബ്കി ഇമാമിനെ തൊട്ട് ഉദ്ധരിച്ച് പറയാണ്. എന്താ പറയുന്നത്? സുബ്കി ഇമാം പറയുന്നു, നമ്മുടെ മദ്ഹബ് തറാവീഹ് 20 റക്അത്താണെന്നാണ്. അതിന്റെ തെളിവെന്താണ്? ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് സഹീഹായ ഹദീസാണ്. സ്വഹാബത്ത് 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസാണ്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ സുബ്കി ഇമാമാണ് പറയുന്നത്, മൗലവി സുയൂത്തി ഇമാമല്ല. നിങ്ങൾ എവിടുന്നാ വണ്ടി കയറിയത്? എവിടുന്നാ നിങ്ങൾ വണ്ടി കയറിയത്? അത് സുയൂത്തി ഇമാമല്ല പറയുന്നത്. സുയൂത്തി ഇമാം ഇപ്പുറത്ത് പറഞ്ഞത് എന്താ അറിയോ? 36 റക്അത്താണ് മാലിക് ഇമാമിന്റെ അഭിപ്രായം എന്നാ. പിന്നെ സുബ്കി ഇമാം പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്. ആര്? സുബ്കി ഇമാം ജൂരി ഇമാം എന്ന് പറഞ്ഞിട്ട്, ജൂരി എന്ന് പറഞ്ഞിട്ട് ഒരാളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താ ഉദ്ധരിക്കുന്നത്? ജൂരി പറയുന്നു എന്ത്? മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരുമിച്ച് കൂട്ടിയ റക്അത്ത് 11 റക്അത്ത്, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതാണ് റസൂലുള്ളാഹിയുടെ നിസ്കാരം. പിന്നെ അതിന്റെ അപ്പുറത്തുള്ള റക്അത്തുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എനിക്കറിയില്ല എന്ന് സുബ്കി ഇമാം പറയുന്ന. ആരെ തൊട്ട്? അത് സുബ്കി ഇമാം നേരിട്ട് പറഞ്ഞതല്ല, ജൂരി ഇമാം പറഞ്ഞതാണ്. ഈ ജൂരി ഇമാം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മാലിക് ഇമാമിനെ തൊട്ട് ഈ പറയുന്നത്, ജൂരി എന്ന് പറഞ്ഞ ആള് മാലിക് ഇമാമിനെ തൊട്ട് ഈ പറഞ്ഞ ഈ അഭിപ്രായം വളരെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. മാലിക് റളിയല്ലാഹു തആലയിൽ നിന്ന് പ്രസിദ്ധമായി പണ്ഡിത ലോകത്ത് അറിയപ്പെട്ട അഭിപ്രായം എന്താണ്? 36 ആണെന്നാണ്. 36 നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് തന്നെ കൃത്യമായിട്ട് മാലിക് റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് മാലിക് ഇമാമിന് തന്റെ ഉസൂൽ വെച്ചുകൊണ്ടുള്ള തെളിവുകൾ സഹിതമാണ് മാലിക് ഇമാം സംസാരിച്ചിട്ടുള്ളത്. മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളേറ്റാണോ നിങ്ങൾ കിതാബേറ്റ് കളിക്കുന്നത്? നിങ്ങൾക്ക് കിതാബ് ഓതാതെ, ചെറുപ്പത്തിൽ കിതാബ് ഓതി പഠിക്കാതെ 1ാം ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോയ ആൾക്കാർ പിന്നെ കിതാബ് നോക്കിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. മനസ്സിലായെന്ന് പറഞ്ഞത്? അപ്പോ ഏതോ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം, ഇത് മാലിക് റളിയല്ലാഹു നിന്ന് നേരിട്ടല്ല പറയുന്നത്, സുയൂത്തി ഇമാം പറഞ്ഞതും അല്ല. അത് സുബ്കി ഇമാം ജൂരിയെ തൊട്ട്, സുബ്കി ഇമാം ആദ്യം പറഞ്ഞത് എന്താണ്? 20 റക്അത്താണ് എന്ന് പറഞ്ഞ അതിന്റെ തെളിവ് ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ ജൂരി എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ മാലിക് ഇമാമിനെ തൊട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞത് എന്തല്ല, ഒരിക്കലും തന്നെ പണ്ഡിത ലോകത്തിന് അംഗീകരിക്കാൻ നിർവാഹമില്ല. കാരണം എന്തുകൊണ്ട്? അത് ഒറ്റപ്പെട്ട വരീബായ അഭിപ്രായമാണ്. മാലിക് ഇമാമിനെ തൊട്ട് പ്രസിദ്ധമായി പണ്ഡിത ലോകം ചർവണം നടത്തിയ ഷാഫി ഇമാമും മാലിക് ഇമാമും പരസ്പരം തെളിവുകളുടെ വെളിച്ചത്തിൽ ആ വിഷയത്തിൽ ആശയപരമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് രണ്ടുപേരുടെയും അഭിപ്രായവും അതിന്റെ തെളിവുകളൊക്കെ പണ്ഡിത ലോകത്ത് സമഞ്ജസമായി ചർച്ച ചെയ്യപ്പെട്ട അഭിപ്രായം ഏതാണ്? ഷാഫി ഇമാമിന്റെ അടുക്കൽ 20ഉം മാലിക് ഇമാമിന്റെ അടുക്കൽ 36 എന്നാണ്. പിന്നെ ഈ 11 എന്ന് പറഞ്ഞ ഈ ജൂരി ഇമാം പറഞ്ഞത് വളരെ ഒറ്റപ്പെട്ട ഒരു നഖലാണ്. ആ നഖലിന്റെ തെളിവില്ലാത്ത ആ നഖല് ഒരിക്കലും തന്നെ മാലിക് ഇമാം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ യാതൊരു നിർവാഹവും നിങ്ങൾക്കില്ല എന്നാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. എന്റെ ബാക്കിയിടും. അത് 11 റക്അത്താകുന്നു. ഉമർ ഖത്താബ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിസ്കാരം 11 അതാണ് നബിയുടെ നിസ്കാരം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി. ശേഷം അദ്ദേഹം പറഞ്ഞു, വലാ അദ്രി മിൻ ഐന ഉഹ്ദിസ ഹാദാ റുകൂഉൽ കസീർ. അധികമുള്ള റക്അത്തുകൾ പിന്നെ എവിടുന്ന് വന്നുവെന്ന് എനിക്കറിയില്ല എന്ന് പോലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതായി ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി തന്റെ അൽ ഹാബി ഫതാവയിൽ അൽ മസാബിഹു ഫീ സ്വലാത്തി തറാവീഹ് എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അപ്പോൾ ഉമർ ഖത്താബിന്റെ ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. ഉമർ ഖത്താബ് അല്ലാഹു റസൂൽ അങ്ങനെ ഏതോ ഒരു ഇബാർത്ത് വെച്ചിട്ട് കളിക്കുകയാണെങ്കിലേ ഞങ്ങളുടെ അടുക്കൽ 100 കണക്കിന് ഇബാർത്ത് വേറുണ്ട്. എന്നാ ഞാൻ വേറൊരു ഇബാർത്ത് വായിച്ചു തരാം. മുവത്തയുടെ ഷറഹായ മുന്തഖയിൽ നിന്ന് ഞാനൊരു ഇബാർത്ത് വേറെ വായിച്ചു തരാം. എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ഇബ്നു ഉമറിന്റെ അടിമയായ നാഫി എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു അദ്റക അന്നാസ യുസല്ലൂന ബി 39 റക്അ യൂതിറൂന മിൻഹാ ബി 3.
3 റക്അത്ത് വിത്തറടക്കം 36 റക്അത്ത് തറാവീഹ് അവർ മുൻഗാമികൾ നിസ്കരിക്കാറുണ്ട്. ആ കാലത്തുള്ള സലഫ് സ്വാലിഹീങ്ങളെ പറ്റിയാ പറയണത്, മദീനയിലുള്ള ആളുകളെ പറ്റിയാ പറയണത്. 36 നിസ്കരിക്കാറുണ്ടായിരുന്നു. വഹുവല്ലദീ ഇഖ്താറഹു ഇമാം മാലിക്, മാലിക്കുൻ, അതാണ് മാലിക് ഇമാം പ്രബലപ്പെടുത്തിയ അഭിപ്രായം. എന്ത് പറയാനുണ്ട്? നിങ്ങൾ അൽഹാബിയിൽ ജൂരി പറഞ്ഞൊരു ഒറ്റപ്പെട്ട ഒരു ഇബാർത്ത് ഉദ്ധരിച്ചു വരികയാണെങ്കിൽ ശരിയായ രൂപത്തിൽ മാലിക് ഇമാമിന്റെ നേർക്കുനേരെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും പണ്ഡിത ലോകവും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ 100 കണക്കിന് ഇബാർത്തുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒറ്റ ഇബാർത്ത് ഞാൻ തൽക്കാലം വായിച്ചെന്ന മുന്തക്കയിൽ നിന്ന്, ഷർഹ് മുവത്തയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ മുന്തക്കയിൽ നിന്ന് പറയുന്നു, വഹുവല്ലദീ ഇഖ്താറഹു മാലിക്കുൻ, 36 മാലിക് ഇമാം തെരഞ്ഞെടുത്തത്. വഖ്താറ ശാഫിഈ 20 റക്അ, ഷാഫി ഇമാം 20 റക്അത്തുമാണ് തെരഞ്ഞെടുത്തത്. എന്തു പറയുന്നു? എന്നിട്ട് ഷാഫി ഇമാമിന് തെറ്റുപറ്റി നീ മൗലിവൻ വിളിച്ച് പറയലേ, എടോ നീയൊക്കെ എവിടുക്കാ പോകുന്നത്, എവിടുക്കാ നീ കൊണ്ടുപോകുന്നത് ആളുകളെ? അതുകൊണ്ട് എന്റെ ഗൗരവപ്പെട്ടതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഗൗരവം ഇത് പറയുന്നത്, ഇത് സമസ്തക്കാര് മുസ്ലിയാക്കന്മാരെന്ന് പറയുമ്പോ ഇതിന്റെ ആക്തിപത്തെ എങ്ങോട്ടാ ചെന്ന് മുട്ടുന്നത്? നമ്മളല്ലല്ലോ തറാവി 20 പറഞ്ഞത്, സമസ്തക്കാരാ പറഞ്ഞത്, മുസ്ലിയാക്കളാ പറഞ്ഞത്. ഇതിന്റെ ആക്തിപത്ത്, ഇതിന്റെ അനന്തര ഫലം, ഇതിന്റെ നതീജ, ഇതിന്റെ റിസൾട്ട് ചെന്ന് മുട്ടുന്നത് ഷാഫി ഇമാമിലേക്കാണ്, മറ്റു ഇമാമുമാരിലേക്കാണ്, മറ്റു മഹാരഥന്മാരിലേക്കാണ്. ഇസ്ലാമിന്റെ നെടുന്തൂണുകളായ, ദീനിന്റെ കാവൽഭരന്മാരായ, ദീനിന്റെ സംരക്ഷകരായ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് ഇവിടെ സമുദായത്തിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി റബ്ബ് തആല തെരഞ്ഞെടുത്ത് അയച്ചു തന്ന മഹാരഥന്മാരായ ഇമാമുമാർക്കു നേരെയാണ് ഇയാൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ നമുക്ക് ഒരൊറ്റ ഹദീസാണ് പറയാനുള്ളത്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ ഔലിയാക്കന്മാരായ ഇമാമുമാരോട് ഈ രൂപത്തിൽ ഏറ്റുമുട്ടിയാൽ നീ അല്ലാഹുവിനോട് യുദ്ധം ചെയ്തോ, നീ അല്ലാഹുവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോ. അതുകൊണ്ട് ഫൈസൽ മൗലവിയോട് എനിക്ക് പറയാനുള്ളത്, മൗലവി താങ്കൾ ഒരു വാളെടുക്കണം, താങ്കൾ ഒരു പരിചയം എടുക്കണം. അത് പഴയ ആയുധമാണെന്ന് പറഞ്ഞിട്ട് മടിയുണ്ടെങ്കിൽ നിങ്ങൾ ക്ലസ്റ്റർ ബോംബോ അല്ലെങ്കിൽ മറ്റുള്ള ബോംബുകളൊക്കെ ഉണ്ടല്ലോ, അണ്വായുധം ഒക്കെ ഏതാണോ നിങ്ങൾക്ക് കിട്ടാവുന്നതെങ്കിൽ ആ അണ്വായുധവും അതിന്റെ യുറേനിയവും ഇതൊക്കെ നിങ്ങൾ ശേഖരിക്കാം. എല്ലാം ശേഖരിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമി മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ പറ്റാവുന്ന ഇന്ന് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആയുധം എന്താണോ എങ്കിൽ ആ ആയുധം നിങ്ങൾ സജ്ജമാക്കുക. എന്നിട്ട് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുക. ആരോട്? അല്ലാഹുവിനോട് യുദ്ധത്തിന് തയ്യാറാവുക. നിങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ ഔലിയാക്കളെ അവമതിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ വിനീതമായി ചോദിക്കുകയാണ്. അതിന്റെ ബാക്കി ഭാഗം മുറ്റാൻ അധ്യായത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അപ്പോൾ ഉമർ ഖത്താബിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. ഉമർ ഖത്താബ് അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുമില്ല. തറാവീഹാണെങ്കിലും ശരി, ഇനി അതല്ല പിന്നെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരണമാണെങ്കിലും ശരി, ഇനി ഉസ്മാൻ അഫ്ഫാൻ കാലത്തുണ്ടായ 2 ബാങ്കാണെങ്കിലും ശരി, നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒന്ന് സ്വഹാബിമാരും മതത്തിലേക്ക് പുതിയതായി അവർ കൂട്ടിച്ചേർത്തിട്ടില്ല, ചേർക്കുന്നവരുമല്ല. അവരെല്ലാം ആ നിലക്ക് റഹ്മാനായ റബ്ബ് തെരഞ്ഞെടുത്ത അല്ലാഹു റസൂലിന്റെ എന്താണ് ഇയാൾ പറഞ്ഞത്? അത് ഏതു കാര്യമാണെങ്കിലും തറാവീഹിന്റെ കാര്യമെന്ന് മാത്രമല്ല, ഖുർആൻ ക്രോഡീകരണത്തിന്റെ കാര്യമെന്ന് മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരംഭിച്ച ജുമഅക്ക് മുമ്പുള്ള 2 ബാങ്കിന്റെ കാര്യമാണെങ്കിലും അതൊരിക്കലും തന്നെ ദീനിൽ അവർ കടത്തിക്കൂട്ടിയതല്ല. മൗലവി ഈ വാക്ക് നിങ്ങൾ തുടരണം. ജുമഅക്ക് മുമ്പ് 2 ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ദീനിന്റെ പേരിൽ, റസൂലുള്ളാഹിന്റെ പേരിൽ കടത്തിക്കൂട്ടിയതല്ല. അത് ശരിയായ അടിസ്ഥാനമുള്ളത് തന്നെയാണ്. ഇത് നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ പോരാ, എവിടെയും പറയണം. പക്ഷേ നിങ്ങൾ അതല്ലല്ലോ പറയുന്നത്. അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തിയപ്പോ നിങ്ങളത് അപ്പൊ ഖുർആൻ ക്രോഡീകരിച്ചത് ദീനിന്റെ ഭാഗമായതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ 2 ബാങ്കിന്റെ നടപടിക്രമവും ദീനിന്റെ ഭാഗം തന്നെയാണ് എന്ന് അറിയാതെ മൗലവി ഇവിടെ പറഞ്ഞുപോയി. ആ ക്ലിപ്പ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പ് സൂക്ഷിച്ചു വെക്കണം. ഇനി ഇയാളെ ഗണ്ണിക്കുമ്പോ ആ ക്ലിപ്പ് ആവശ്യം വരും. അതിന്റെ ബാക്കി ഭാഗം
റഹ്മാനായ റബ്ബ് തെരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ മഹാഭാഗ്യം ലഭിച്ചവരാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, മൻ കാന മിൻകും മുസ്തന്ന ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും ഒരു ചര്യ സ്വീകരിക്കുന്നുവെങ്കിൽ സ്വഹാബത്തിന്റെ ചര്യ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളട്ടെ. കാരണം അവരുടെ പ്രത്യേകത അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾ സ്വഹാബിമാരാണ്. വഅഖല്ലഹാ തകല്ലുഫ, നാട്യങ്ങൾ ജാടകളില്ലാത്തവരാണ് ആ സ്വഹാബിമാർ. വഅഅ്മഖഹാ ഇൽമ, ഏറ്റവും ആഴത്തിൽ അറിവുള്ളവർ ആ സ്വഹാബിമാരാണ്. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ജനവിഭാഗമാകുന്നു അവർ. അതുകൊണ്ട് അവരുടെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവരാരും അങ്ങനെ ദീനിൽ എതിരങ്ങളെ പഠിപ്പിക്കാത്തൊന്ന് പുതുതായി കൊണ്ടുവന്നിട്ടേ ഇല്ല. ഉണ്ട് എന്നത് അവരുടെ പേരിലുള്ള ആരോപണമാണ് എന്ന് എന്താ പറഞ്ഞത്? സ്വഹാബത്തിനെ പിൻപറ്റണം എന്നാണ് ഇപ്പൊ ഇയാള് ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. സ്വഹാബത്തിനെ പിൻപറ്റണം എന്നല്ലേ നമ്മളും പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് സ്വഹാബിമാർ, നബിയുടെ വഫാത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സ്വഹാബിമാർ 20 നിസ്കരിച്ചു. അത് പിൻപറ്റണം. അപ്പൊ നിങ്ങള് സ്വഹാബിമാരെ പിൻപറ്റണം എന്ന് പറയും ചെയ്യാം, എന്നിട്ട് പറയാ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് 20 നിസ്കരിച്ചിട്ടില്ല എന്നും പറയാം. എന്നാൽ ബൈഹഖി ഇമാമും നവവി ഇമാമും മറ്റുള്ള ഇമാമുമാരൊക്കെ പറയുന്നു നിസ്കരിച്ചു എന്ന്. ഇനി അതിൽ കൂടുതൽ 36 വേണമോ 39 വേണമോ എന്നുള്ളതിലൊക്കെയാണ് പിന്നീട് ചർച്ചകൾ നടക്കുന്നത്. അപ്പോ ഇത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ മറുപടിയുടെ അവസാനം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആദ്യം പറഞ്ഞതിനെ മുഴുവൻ അട്ടിമറിച്ചു. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അള്ളാഹു മറുപടി പറയിപ്പിച്ചു. അതാണ് അവിടെ ഉണ്ടായത്. ഇനി വേറൊരാൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, അവനാൻ പറഞ്ഞതിന് അവനാൻ തന്നെ മറുപടി പറയാം, അവനാൻ പറഞ്ഞത് അവനാൻ തന്നെ തിരുത്തുക. അങ്ങനെ കുറച്ച് ആൾക്കാർ, അങ്ങനെയുള്ള ചില ആൾക്കാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവനാൻ പറയാ എന്നിട്ട് അവനാൻ തന്നെ തിരുത്തുക, അവനാനൊന്ന് പറയാ, അതിന് മറ്റൊരാൾ മറുപടി പറയുന്നതിന് പകരം അവനാൻ തന്നെ അതിന് മറുപടി പറയാം. അങ്ങനത്തെ ഒരു തരം കാലഘട്ടത്തിൽ ആണ് ഇപ്പൊ നമ്മൾ കൈകൂടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ മൗലവി ഇപ്പൊ പറഞ്ഞത്. സഹാബത്തിന്റെ ചര്യയാണല്ലോ 20 റക്അത്ത്. എന്നിട്ട് ഇയാൾ പറയാ ആ സഹാബത്തിന്റെ ചര്യ അത് സ്വീകാര്യമല്ല, പിന്നെ പറയാ സഹാബത്തിനെ പിൻപറ്റണം. ഇപ്പൊ എവിടെ എത്തി? അപ്പൊ സഹാബത്തിനെ പിൻപറ്റണ്ട, സഹാബത്തിനെ പിൻപറ്റണം. ഇതല്ലേ മൗലവി വൈരുദ്ധ്യം എന്ന് പറയുന്നത്? ഈ വൈരുദ്ധ്യാധിഷ്ഠിത വാദമാണ്, അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിത പുത്തൻവാദമാണ് സർവപുത്തൻവാദികളെയും വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു ഉദാഹരണമാണ് ഈ ക്ലിപ്പിലൂടെ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഈ ക്ലിപ്പിലൂടെ നമുക്കിവിടെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് പോലും 20ന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് പച്ചനുണ, നട്ടാൽ മുളക്കാത്ത ഈ കരുന്നുണ പ്രഖ്യാപിച്ച ഈ മൗലവിയോട് നേർക്കുനേരെ നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കൂ, ഈ വിഷയത്തിലൊരു സംവാദത്തിന് തയ്യാറുണ്ടോ? ഒരിക്കലും അയാൾ തയ്യാറാവില്ല. ഈ വിഷയത്തിലൊരു സംവാദത്തിന് അയാൾ ഒരിക്കലും തയ്യാറാവില്ല. ഇയാളെ നമ്പർ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 നിസ്കരിച്ചു എന്നൊരു റിപ്പോർട്ടിലും ഇല്ല എന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് സംശയ ലേശ്യമെന്നേ പറഞ്ഞല്ലോ. എന്നാൽ ഈ വിഷയത്തിൽ ഒരു നേർക്കുനേരെ സംവാദം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സംവാദം, അതല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സംവാദം, അല്ലെങ്കിൽ ഒരു നേർക്കുനേരെയുള്ള ചർച്ച, ആ ചർച്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് നിങ്ങൾ ടെലിഫോണിലൂടെയോ അല്ലെങ്കിൽ നേർക്കുനേരെന്ന് ചോദിച്ചു നോക്കൂ. ഇല്ല എന്നാണ് പറയാലോ. ഇല്ല, ഞാനാ പണിക്ക് നിൽക്കൂല എന്ന് പറയും. ഉറപ്പാണ് പറയും. ഇപ്പൊ 2-3 മാസം മുമ്പ് പൊന്നാനിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ പ്രസംഗിച്ചു. നമ്മുടെ SKSFന്റെ ചുണക്കുട്ടികൾ നേരിട്ട് ചെന്നു. എന്ത് പറഞ്ഞു? നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ? ഇയാളൊന്നിങ്ങനെ കീപ്പെട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ തയ്യാറില്ല. ഈ രൂപത്തിൽ നേർക്കുനേരെയുള്ള സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഏകപക്ഷീയമായിട്ട് കവലകളിലും മറ്റും വന്നുകൊണ്ട് തോന്നിവാസവും നട്ടാൽ മുളക്കാത്ത നുണയും ദീനിന്റെ പേരിൽ പറയുകയാണ്.
എവിടേക്കാണ് ഈ വിഭാഗം അവരുടെ അനുയായികളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ? ഇനി അയാളോട് നേരിട്ട് ഈ വിഷയത്തിൽ സംവാദത്തിനുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. അല്ലെ? അതിന്റെ ക്ലിപ്പില്ലേ? ദുൽദുൽ സാഹിബെ, അതിന്റെ ക്ലിപ്പില്ലേ? സംവാദത്തിന് ഉണ്ട്. നമ്മുടെ ARCKP, പ്രഗത്ഭനായ നമ്മുടെ ARCKP, നമ്മുടെ ക്ലാസ് റൂമിന്റെ ശ്രദ്ധേയ വ്യക്തിത്വമായ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന് വിളിക്കുന്നു, സംവാദത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നു. വളരെ നല്ല ഭാഷയിൽ തന്നെ ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹം തയ്യാറാകുന്നില്ല. ആ രംഗം നിങ്ങൾ കേട്ടുനോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്, 100% ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ആ ക്ലിപ്പ് ഇടുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെയും അതുപോലെ ഈ 20 നിഷേധികളായ സർവ്വപുത്തൻവാദികളുടെയും തനിനിറം നമുക്ക് ബോധ്യപ്പെടുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ക്ലിപ്പിടാൻ വേണ്ടി മൈക്ക് താഴ്ത്തുന്നു. ഫൈസൽ മൗലവി അല്ലേ? ഇത് അബ്ദുറഹ്മാനാണ്, സൗദി അറേബ്യയിൽ നിന്ന്. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു അഡ്മിനാണ്. പിന്നെ തറാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ചർച്ച കേട്ടു. അതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട്. ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് മൈക്കെടുത്തത്. അതായത് നമ്മുടെ ARCKP അദ്ദേഹത്തിന്റെ പിന്നെ ഓൺലൈനിലുള്ള ഈ പേരൊന്നും പറയാതെ, ബൈലക്സിന്റെ പേരൊന്നും പറയാതെ, ബൈലക്സിലുള്ള പേരൊന്നും പറയാതെ ശരിയായ അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാൻ പേര് തന്നെ പറഞ്ഞു അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു അഡ്മിനാണ് എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ വളരെ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ വളച്ചുകെട്ടില്ലാതെ ആണ് വിളിച്ചു പറയുന്നത്. ഒരിക്കലും തന്നെ ഒരു മൗലവിയെ എന്താക്കല്ല, അദ്ദേഹത്തെ ട്രാപ്പിലാക്കല്ല ചെയ്യുന്നത്. ഒരു ഫോൺ സംഭാഷണം ആരെന്നറിയാതെ എവിടുന്നാന്നറിയാതെ സംസാരിക്കുക, എന്നിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത്. ശരിക്കും വ്യക്തമായ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നേർക്കുനേരെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു വളച്ചുകെട്ടില്ല, ഒരു വഞ്ചന അവിടെ വരുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ ഈ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. ഈ ക്ലിപ്പ് ഇടുമ്പോൾ ഒരു സംശയം തോന്നും, ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ, അതൊരു വഞ്ചനയല്ലേ എന്ന്. അല്ല, കാരണം നേർക്കുനേരെ സംസാരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നേർക്കുനേരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്, അതുപോലെ തന്നെ ഔദ്യോഗികമായ ആ ഒരു സ്ഥാനം മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം ഇനിയിപ്പോ അബ്ദുറഹ്മാൻ സാഹിബ് പിന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനോട് അന്വേഷിക്കാലോ. അതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്. അവരോടൊക്കെ ചോദിച്ച് നിങ്ങളുടെ ഈ ടെലിഫോൺ ആരാണ് വിളിച്ചത്, എന്താണ് വിളിച്ചത്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കാനുള്ള എല്ലാവിധ പോംവഴികളും തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു ഫോൺ വിളിയാണ് എന്ന് ആമുഖമായിട്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി നിങ്ങൾ ആ ഫോൺ വിളി പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുക. നിസ്കരിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന, അങ്ങനെ റിപ്പോർട്ട് ഇല്ല എന്നോ ശരിക്കും? പക്ഷെ അങ്ങനെയല്ല പറയണ്ടത്. നിങ്ങൾ അതിൽ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിന് മറുപടി പറയുന്നത്. പക്ഷെ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ പറയുമ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ നിങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വാദം. അപ്പോ ആ വിഷയത്തിലൊരു ഒരു സംവാദം നടത്തിയാലോ? അല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ വിഷയത്തിലൊരു സംവാദം വെക്കാലോ. നമുക്ക് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നാട്ടിൽ ലൈവായിട്ടോ ഒരു സംവാദം അതിന്റെ പേരില്. അതെ, സംവാദത്തിന് തരാലോ. സംവാദത്തിൽ നമ്മൾ തരും ഇൻഷാ അല്ലാഹ്. ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും. ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കാൻ പറയുന്നതുമായി വിഷയം ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സംവാദത്തിൽ തരും. അതെന്താ? ആളുകൾ പഠിക്കട്ടല്ലേ, കാര്യങ്ങൾ അറിയട്ടല്ലേ, നല്ലതല്ലേ? റമദാൻ മാസത്തിൽ നല്ലൊരു ചർച്ച നടക്കട്ടെ, നമ്മളൊക്കെ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ആ സംവാദത്തിന് നിൽക്കാലോ. കാരണം ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിക്കും.
അല്ല ഇതിലിപ്പോ കൂടുതൽ കൂടുതൽ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ലാന്ന്, ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അല്ല അതിലൊരു നിങ്ങൾക്ക് നേരിട്ടൊരു സംവാദത്തിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ബൈലക്സിൽ നടത്താലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു, അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മൾക്ക് ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത് അങ്ങനെ ഒരു സംവാദം നമുക്ക് വെച്ചാലോ എന്ന്. ക്ലാസ് റൂമിൽ വെക്കാം. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരു സംവാദം ഇല്ല. ഏതായാലും ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ല ഉണ്ട്, നമ്മൾ നിങ്ങൾക്ക് തരും. പക്ഷെ അത് ആൺകുട്ടികളെ പോലെ നിങ്ങൾ സമ്പാദന തയ്യാറാണോ? സമ്പാദനം നമ്മൾ നിങ്ങൾക്ക് തരും. സമ്പാദനം നേരിട്ടാണെങ്കിൽ നേരിട്ട്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട്, അല്ല ക്ലാസ് റൂമിൽ വേണമെങ്കിൽ ക്ലാസ് റൂമിൽ. അതൊരു 1.5 വാക്കായി അല്ലേ? ഇപ്പൊ എർസിക്കേറ്റ് പറഞ്ഞതേ ഒരു 1.5 വാക്കായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആൺകുട്ടികളെ മാതിരി ആൺകുട്ടികളെ മാതിരി ഞങ്ങൾ സംവാദം തയ്യാറാണ്, നിങ്ങൾ തയ്യാറുണ്ടോ അല്ലെ? അത് 1.5 വാക്കായി. ആരാണ് എർസിക്കേപ്പി? ഒരു സാധാരണക്കാരൻ അല്ലെ? അദ്ദേഹം ഒരു മുസ്ലിയാരല്ല, ഒരു മൗലവിയല്ല, ഒരു ദർസി വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്ന ഒരാളല്ല, കിതാബ് ഓതി പഠിച്ചൊരു മനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കാം, ഉത്തരവാദപ്പെട്ട ഒരു 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 സംവിധാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വിളിക്കുന്നത്, അല്ലാതെ ഒളിയും മറിയും വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്നത് SKSFന്റെ ഔദ്യോഗിക വിഭാഗമാണ്. SKSF എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക സംഘടനയാണ്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക പ്രതിനിധി എന്നുള്ള ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആൺകുട്ടികളായിട്ട് സംസാരിക്കാം അല്ലെ? അത് വളരെ ഗംഭീരമായി. ആരോടാ ചോദിക്കുന്നത്? ഫൈസൽ മൗലവിയുടെ ചോദിക്കുക. ആൺകുട്ടികളുമായി സംവാദത്തിനുണ്ടോ? അപ്പൊ ഇയാളെന്താ പറയുന്നത്? ഇല്ല എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇത് ആണുങ്ങളെ മാതിരി നിവർന്നു എന്ന് പറയാൻ സാധ്യമല്ല എന്നല്ലേ? വേറെന്താ അതിന് മായന വെക്കുക? പച്ചയായിട്ട് അതിന് അർത്ഥം വെച്ചാൽ പിന്നെ വേറെന്താ അതിന് അർത്ഥം കിട്ടുക? അപ്പൊ അത് നല്ല ഒരു 1.5 ഒരു വാക്കന്നെയായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി തുടരും. പോലെ നിങ്ങൾ സമ്പാദന തയ്യാറാണോ? സമ്പാദനം നമ്മൾ നിങ്ങൾക്ക് തരും. സമ്പാദനം നേരിട്ടാണെങ്കിൽ നേരിട്ട്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട്, അല്ല ക്ലാസ് റൂമിൽ വേണമെങ്കിൽ ക്ലാസ് റൂമിൽ. അതെന്താ കാരണം? എന്താണ് അതിന്? അത് കാരണം എന്താണ്? എന്താ കാരണം ഉണ്ടാവും? ആ പഠിക്കന്നെ ഞാനില്ല പറയുന്നത്. അത് ശരിയാണ്. ഈ പണിക്ക് ഇയാളെ പറ്റൂല. ദീന് പറയാനുള്ള പണിക്ക് ഇയാളെയോ അല്ലെങ്കിൽ മറ്റു മുറിമൗലവിമാരോ ഒന്നിനും പറ്റൂല. അവർക്ക് പണി വേറെ. ദീന് പറയാന്നുള്ള ആ ഒരു പണി ഉണ്ടല്ലോ, ദീനിന്റെ മസലകൾ പറയാ, നിസ്കാരത്തിന്റെ മസലകൾ, നോമ്പിന്റെ മസലകൾ, അതിന്റെ റക്അത്തുകൾ, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഹജ്ജിന്റെ കാര്യങ്ങൾ, മുനാക്കഹാത്തിന്റെ കാര്യങ്ങൾ, ഇബാദാത്തിന്റെ കാര്യങ്ങൾ, അഖായിദുകൾ, ഉസൂലുദ്ദീൻ, ഫുറൂഉദ്ദീൻ, ഇതൊക്കെ പറയാന്നുള്ള, അത് ജനങ്ങൾക്ക് മുമ്പിൽ പ്രബോധനം ചെയ്യുക എന്നുള്ള ആ പണിക്ക് ഇയാളെ പറ്റൂല. ഞാൻ ആ പണിക്കില്ല എന്ന് പറഞ്ഞല്ലോ, ശരിയാണ്, ആ പണിക്ക് ഇയാളെ പറ്റൂല. എന്താ അതിന് കാരണം എന്ന് ERCKP ചോദിക്കാം. കാരണമുണ്ടല്ലോ. കാരണം നമ്മളേറ്റ് സംവാദം നടത്താൻ ഇനി ഇയാൾ മുട്ടുംകാല് ഉറക്കുന്ന കാര്യം ഉറപ്പാ. കാരണം ഒരു 1-2 സംവാദം, 2-3 സംവാദം കുറച്ച് സ്ഥലത്ത് കഴിഞ്ഞല്ലോ. അതോടുകൂടി മനസ്സിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളായിട്ട് സംവാദം നടത്താൻ. നമ്മൾ ഓൺലൈനിൽ തന്നെ മുമ്പ് ഇയാളായിട്ട് ഒരു സംവാദം നടന്നിട്ടുണ്ട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട്. അന്ന് അള്ളാന്റെ പൊരുത്തത്തിന് പുറമെ റസൂലുള്ളാന്റെ പൊരുത്തം ആഗ്രഹിക്കലുണ്ടായതുകൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ് എന്നുള്ള ഇവരുടെ വാദത്തെ നമ്മൾ ചോദ്യം ചെയ്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്തേ റസൂലുള്ളാന്റെ പൊരുത്തം ആഗ്രഹിക്കൽ ശിർക്കല്ലേ? അന്ന് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജലീൽദാരിമി ഞാനും കൂടിയാണ് അന്ന് ആ ചോദ്യം ചോദിച്ചത്. എന്താ ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം തേടാൻ വേണ്ടി അവർക്ക് ഖിദ്മത്ത് എടുക്കൽ ശിർക്കാണോ? ഒറ്റ ചോദ്യം. റിദല്ലാഹി ഫീ റിദൽ വാലിദൈനി എന്നുള്ളത് സഹീഹായ ഹദീസാണ്. അള്ളാന്റെ പൊരുത്തം കിട്ടാൻ മാതാപിതാക്കളെ പൊരുത്തം വേണം. അപ്പൊ മാതാപിതാക്കളെ പൊരുത്തം കിട്ടാൻ വേണ്ടി അവർക്ക് ഖിദ്മത്ത് എടുക്കൽ ശിർക്കാണോ?
അതിനുശേഷം പിന്നെ ഓൺലൈനിൽ ഇയാൾ വന്നിട്ടില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിനുശേഷം പിന്നെ ഓൺലൈനിൽ നമ്മളായിട്ട് സംസാരിക്കാനോ നമ്മളെ ക്ലാസ് റൂമുമായിട്ട് ഏറ്റുമുട്ടാനോ ഇയാൾക്ക് പിന്നെ ധൈര്യം ഉണ്ടായിട്ടില്ല. ആ ചോദ്യത്തിന് മുമ്പിൽ അയാൾ പതറിപ്പോയതാണല്ലോ, അന്നാണ് പോയതാണ്. പിന്നെ എങ്ങനെ വരും? അതാണ് കാരണം ഉണ്ട് എന്ന് പറഞ്ഞത്. ARCK ചോദിക്കുകയാണ് എന്താണ് കാരണം? കാരണമുണ്ട് എന്നാൾ മറുപടി അറിയണ്ടല്ലോ. ആ കാരണം ഇതാണ്. ഇത് ഇനി നടക്കൂല എന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയാൾക്ക് എന്നല്ല, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സർവ്വ എല്ലാ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടത്താൻ ഇനി നമുക്ക് സാധ്യമല്ല, ഇലാ യൗമിൽ ഖിയാമ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ കാരണം. മനസ്സിലായില്ലേ? കാരണം എന്താണ്? എന്താ കാരണം ഉണ്ടാവും? അപ്പൊ സമ്പാദത്തിന് ഇല്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ്. സമ്പാദനം എങ്ങനെ ഉണ്ടാവില്ല? അല്ല, പേടിച്ചിട്ടാണല്ലോ. പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം പേടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും വരുമല്ലോ. അങ്ങനെയല്ലപ്പാ, നിങ്ങൾ എന്താണ് ഒരു നല്ല ചർച്ച റമദാൻ മാസത്തിൽ ആളുകൾ മനസ്സിലായിക്കോട്ടെ. നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ സംഭവം മനസ്സിലില്ലെങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത എന്ന് പറയുന്നുണ്ട്. ഈ ഉളുപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒരു കാര്യം പറയുന്നിടത്ത് നമുക്കൊരു നാണം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിലേ പിന്നെ എന്തും പറയാം, എന്തും ചെയ്യാം. അതേമാതിരി ഇയാൾ പറഞ്ഞു പേടിച്ചിട്ടാണ് കൂട്ടിക്കോളി എന്ന് പറയണ്ടല്ലോ. എന്താണ് ഈ ദീനിന്റെ വിഷയത്തിൽ അങ്ങനെയാണോ പറയേണ്ടത്? ഇത് നമ്മളെ വ്യക്തിപരമായ വീട്ടിന്റെ ഉള്ളത്തെ കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നത്? നോമ്പ് തുറക്കുന്ന സമയത്ത് പഴംപൊരി ഉണ്ടാക്കേണ്ടത്, അതോ ചക്കപ്പഴം പുഴുങ്ങുക വേണ്ടത്, അതോ കാരക്ക പീങ്ങാണോ വേണ്ടത്? ഇതാണോ ചർച്ച ചെയ്യുന്നത്? ഇത് ദീനിന്റെ വിഷയമല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആ നടപടിയിൽ അങ്ങനെ ഒരു ചര്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പച്ചയായിട്ട് പറയാം. എന്നിട്ട് അതിനെ സമയത്ത് സംവാദത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനില്ല. കാരണം എന്താ? കാരണം ഉണ്ടാവും. അത് പേടിച്ചിട്ടാണ് കൂട്ടിക്കളി അല്ലേ? പേടിച്ചിട്ടാണ് കൂട്ടിക്കളി. അത് കൂട്ടേണ്ട ആവശ്യമില്ല. ARCK പറഞ്ഞത് വളരെ 100% കറക്റ്റ്. അത് കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ പേടിച്ചിട്ടുണ്ട്. 2-3 സംവാദങ്ങൾ ഓൺലൈനിലും അതുപോലെ തന്നെ നേർക്കുനേരെയും നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ട്. ഇനി ഒരു സംവാദത്തിനുള്ള നട്ടെല്ല് നിങ്ങൾക്കില്ല എന്ന് ഈ ഫോൺ സംഭാഷണത്തിലൂടെ ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇല്ലാതെ പറഞ്ഞു. അല്ല, ഉണ്ട് എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ വെല്ലുവിളിയുമായിട്ട് നിങ്ങളെ ഫോൺ വിളിക്കുന്നത്. ഉണ്ട് 100% ഉറപ്പുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ വിളിക്കൂലല്ലോ ഒരിക്കലും. അല്ല, എന്നാലും അത് നമുക്കൊന്ന് ഒരു സംവാദം വെച്ചിട്ട് ഒന്ന് ചർച്ചയായിട്ട് വെച്ചിട്ട് ജനങ്ങൾ കേട്ടോട്ടില്ലേ? നിങ്ങൾക്കും പഠിക്കാം. നിങ്ങൾ പ്രസംഗിച്ച കേട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് മുജാഹിദ് പ്രസ്ഥാനക്കാർക്കും പഠിക്കാലോ. അത് അവരൊക്കെ പഠിച്ചിരിക്കുന്നത്. ഏതായിരുന്നല്ലോ ഓക്കെ. എന്നാലേ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളെ. ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരമുള്ളവർക്കൊക്കെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ അട്ടിമറിക്കുന്ന വിഷയത്തിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ധാരാളം കക്ഷികൾ ഖിയാമത്ത് നാളിന്റെ ഉള്ളിലായിട്ട് പലതായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ സത്യവിശ്വാസികളായ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ യഥാർത്ഥ ദീനല്ല. ഇതൊക്കെ ദീനിന്റെ പേരില് ദീനാണെന്നും പറഞ്ഞുകൊണ്ട്, ഇസ്ലാമാണെന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാം അല്ലാത്ത പുതിയ മതസിദ്ധാന്തങ്ങളുമായിട്ട് ഊരു ചുറ്റുന്ന വിഭാഗക്കാരുടെ പല്ലവികളാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് സമയം 12:45 11:30 തുടങ്ങിയതാണ്. ഞാനൊരു 1/4 മണിക്കൂർ കൂടി മാത്രം വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഉണർത്തിക്കൊണ്ട്, റമദാൻ മാസമാണല്ലോ, അപ്പോ കൂടുതൽ പിന്നെ ഇരുന്നാലും പിന്നെ അത്താഴത്തിന് എഴുതിയിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പൊ ഖുർആൻ അത് സാധാരണമല്ല, ഖുർആൻ അസാധാരണമാണ് എന്നുള്ളത് ഖുർആൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഹസ്റിന്റെ
21, 22, 23, 24 ആയത്തുകൾ പറഞ്ഞല്ലോ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നാം അവതരിപ്പിക്കുന്നത് അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നുവെങ്കിൽ, ലറഅയ്തഹു, ആ പർവ്വതത്തെ താങ്കൾ കാണുമായിരുന്നേനെ, ഖാശിഅൻ, പേടിച്ചതായിട്ട്, മുതസദ്ദിഅൻ, പൊട്ടിപ്പിളർന്നതായിട്ട്. ഖുർആനിന്റെ ആ അവതരണം ലൗഹുൽ മഹ്ഫൂദിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഖുർആൻ, ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നിച്ചിറക്കപ്പെട്ട ഖുർആൻ, ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഓരോ സന്ദർഭങ്ങളിലായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവരുന്ന ഖുർആൻ, അതിനെ വഹിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഘടകത്തിനും ഇല്ല. അതിനെ വഹിക്കാൻ അതിനുള്ള കഴിവും അതിനുള്ള ശക്തിയും അതിനുള്ള വിശാലതയും ഒരുമിച്ച് കൂടിയ ഒരേ ഒരു വ്യക്തിത്വം മാത്രമാണുള്ളത്. അതാണ് നബിയുന അഷ്റഫുൽ വറ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിനല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഖുർആന്റെ ഇൻസാൽ അസാധ്യമാണ്. ഖുർആന്റെ അവതരണം സാധ്യമല്ല എന്ന് വെച്ചാൽ ഖുർആൻ തഹമ്മുൽ ചെയ്യാൻ, ഖുർആൻ അവതരിക്കുമ്പോൾ അത് തഹമ്മുൽ ചെയ്യാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്നാണ് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് അതിന് കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് എന്താണ്? ഫദ്ലു കലാമില്ലാഹി തആല അലാ സാഇരിൽ കലാം കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. അല്ലാഹുവിന്റെ കലാമിന്റെ മഹത്വം എന്ന് പറയുന്നത് അല്ലാഹുവിന് സൃഷ്ടികളെക്കാളുള്ള മഹത്വം പോലെയാണ്. അപ്പൊ അല്ലാഹു എന്ന് പറയുന്ന പടച്ച തമ്പുരാന്റെ കലാമാവുക എന്നുള്ള അതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ ഔന്നത്യം എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി തുടർന്ന് അല്ലാഹു പറഞ്ഞു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ അൽ മുതകബ്ബിറു സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവിന്റെ മഹത്വം വിളംബരപ്പെടുത്തുന്ന 3 ആയത്തുകളാണത്. ഈ 3 ആയത്തുകളെ സംബന്ധിച്ച് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്താൽ ഈ ഹദീസിൽ കാണാം. എന്താണെന്നറിയോ? മൻ ഖാല ഹീന യുസ്ബിഹു 3 മർറാത്തിൻ അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. 3 വട്ടം അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് നേരം വെളുക്കുമ്പോൾ 3 വട്ടം ഇത് ചൊല്ലുക. എന്നിട്ട് സൂറത്തുൽ ഹസ്റിന്റെ ഈ പറഞ്ഞ 3 ആയത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്താൽ വക്കില ബിഹി 70,000 മലക്കിൻ യുസല്ലൂന അലൈഹി ഹത്താ യുംസിയാ. വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും. ഫഇൻ മാത ഫീ ദാലിക്കൽ യൗമി, ആ ദിവസം അവൻ മരിച്ചുപോയാൽ മാത ഷഹീദാ, അവൻ ഷഹീദായിട്ടാണ് മരിച്ചു പോകുന്നത്. വമൻ ഖാല ഹാ ഹീന യുംസി, ഇനി വൈകുന്നേരത്തിലാണ് ഇത് ചൊല്ലുന്നതെങ്കിലോ ഈ ആയത്തുകൾ ഓതുന്നതെങ്കിലോ, എന്നാൽ നേരം വെളുക്കുന്നത് വരെ അവന് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രി അവൻ മരിച്ചുപോയാൽ അവൻ ഷഹീദായി മരിച്ചു പോകുന്നതാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹീദ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ഷഹീദുണ്ട്. ഷഹീദ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ഷഹീദുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാൾ യുദ്ധം ചെയ്യുകയും അങ്ങനെ രണാങ്കണത്തിൽ മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ ഷഹീദാണ്. അയാൾ ദുനിയാവിലും ഷഹീദായിട്ട് കണക്കാക്കപ്പെടും, പരലോകത്തും അയാൾ വലിയ ദർജയുള്ള ഷഹീദാണ്. അത്തരക്കാരായ ശുഹദാക്കളെ കുളിപ്പിക്കാൻ പാടില്ല, അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അവർ ധരിച്ചതായ അവർ രണാങ്കണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ധരിച്ചിരുന്ന അതേ വസ്ത്രത്തിലാണ് അവരെ കഫൻ ചെയ്യേണ്ടത്, അതേ രൂപത്തിലാണ് അവരെ മറമാടേണ്ടത്.
അതാണ് ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഷഹീദ്. അതേ സമയത്ത് അവൻ യുദ്ധം ചെയ്യുന്നത് വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി, ആളുകളുടെ മുമ്പിൽ അറിയപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയൊക്കെ ആണെങ്കിലോ ആളുകളുടെ മുമ്പിൽ അയാൾ ഷഹീദാകും, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ ഷഹീദായിട്ടില്ല. അതാണ് രണ്ടാമത്തെ ഷഹീദ്. മൂന്നാമത്തെ ഷഹീദ് ദുനിയാവിൽ ഷഹീദിന്റെ വിധിവിലക്കുകളൊന്നുമില്ല, പക്ഷേ ആഖിറത്തിൽ ഷഹീദിന്റെ കൂലി, ഷഹീദിന്റെ ദറജ, ഷഹീദിന്റെ പദവിയിലെത്തിയ ഒരുപാട് ശുഹദാക്കളുണ്ട്. ഏതുപോലെ മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ഉമ്മത്തിന്റെ ഫസാദ് വരുമ്പോൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവന് 100 ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാൾ, അയാൾ പരലോകത്ത് ഷഹീദാണ്. മുങ്ങി മരിച്ചയാൾ പരലോകത്ത് ഷഹീദാണ്. തീപിടുത്തത്തിൽ മരണപ്പെട്ടയാൾ പരലോകത്ത് ഷഹീദാണ്. അതുപോലെ തന്നെ വയറ് രോഗം, അല്ലെ, വയറിളക്കം പോലുള്ള അതുപോലുള്ള രോഗങ്ങളൊക്കെ വന്നുകൊണ്ട് ആ രോഗത്തിലായി മരണപ്പെട്ട ആളുകൾ അവർ പരലോകത്ത് ഷഹീദാണ് എന്ന് വെച്ചാൽ ഫഹുമു ശുഹദാഉ ഫിൽ ആഖിറതി ഫഖത്ത്, അവർ ആഖിറത്തിൽ മാത്രം ശുഹദാക്കളാണ്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയുള്ളതായ ആഖിറത്തിലുള്ള ശുഹദാക്കളുടെ ഗണത്തിൽ ഈ സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 22, 23, 24 എന്നീ ആയത്തുകൾ നേരം വെളുക്കുമ്പോഴും വൈകുന്നേരവും ഓതുന്ന ആളുകൾക്ക് ഈ മഹത്തായ നേട്ടമുണ്ട്. ആ ദിവസത്തിൽ മരണപ്പെടുകയാണെങ്കിൽ ഉന്നതമായ പദവിയുണ്ട് എന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ പാരായണം, അതിന്റെ ഒരു ചെറിയ ഭാഗത്തിന്റെ പാരായണത്തിന്റെ ഏറ്റവും ഉന്നതമായ ഗുണങ്ങളും നേട്ടങ്ങളുമാണ് ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് ഏറ്റവും ഉന്നതമായ ഗ്രന്ഥമാണ്, അമാനുഷികമായ ഗ്രന്ഥമാണ്, അസാധാരണത്വമുള്ള ഗ്രന്ഥമാണ്. അതിന്റെ പാരായണങ്ങൾ, അതിന്റെ സ്പർശനങ്ങൾ, അതിന്റെ ദർശനങ്ങൾ, അതുമായി നമ്മൾ സ്വീകരിക്കേണ്ടുന്ന സമീപനങ്ങൾ, അതെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഞാനിനി അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും, അല്ലേ, നമ്മൾ പറഞ്ഞതും കേട്ടതും അതുപോലെ ഇവിടെ വിലയിരുത്തിയതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അവൻ സ്വീകരിക്കുന്ന അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റമളാനു ഷരീഫിന്റെ ഈ രാത്രി സമയം ഒരുപാട് ധന്യമായ ഇബാദത്തുകളെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. ആ സമയത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ സമയം ചെലവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെലവാക്കപ്പെട്ട സമയത്തെ ഖൈറായ രൂപത്തിൽ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആ ക്ലിപ്പ്, ഈ മൗലവിയുടെ ക്ലിപ്പും അതുപോലെ തന്നെ നമ്മളെ ARCKPയുടെ ആ ഫോൺ വിളിയും അത് നമ്മളിവിടെ വിശദമായിട്ട് തന്നെ അവലോകനം ചെയ്തു. അതില് ആൺകുട്ടിയാളെ മാതിരി ആൺകുട്ടിയായിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്നുള്ള ആ ഒരൊറ്റ ചോദ്യത്തിന് ഇയാൾ പറയുന്നു ഇല്ല. എന്താ കാരണം? കാരണമൊക്കെ ഉണ്ട്, എന്നാലും എന്താ കാരണം? പേടിച്ചിട്ടാണ് കുട്ടിക്കളി അല്ലേ? എന്താണൊക്കെ ഈ പറയുന്നത്? അപ്പോ ഇങ്ങനെയാണ് ഇതൊക്കെ. അണ്ടിയോടടുക്കുമ്പോഴാണ് മാങ്ങന്റെ പുളി അറിയാന്ന് കേട്ടിട്ടില്ലേ? അണ്ടിയോടടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുക. അതിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോ ചിലപ്പോ അറിയില്ല. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് നേരിട്ട് സംസാരിച്ചാൽ ഏത് സാധാരണക്കാരനും തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇവരൊന്നും തോൽപ്പിക്കാൻ ഒരു വലിയ പാണ്ഡിത്യമോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് നമ്മളടുത്ത് എന്ത് വേണം? നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിക്കാനുള്ള, ഇവരുടെ തന്ത്രങ്ങൾ ചികന്നെടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു വിശകലന, അല്ലെങ്കിൽ ഒരു നിരൂപണ ശൈലി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏത് മുജാഹിദിനെയും തോൽപ്പിക്കാൻ കഴിയും.
അവരിപ്പോ നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മൾ അതിന്റെ മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് വേണ്ടത്. എന്ത് ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് മുമ്പായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടത്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ അവര് നമ്മളെന്തേലും പറഞ്ഞ സനതുണ്ടോ എന്ന് ചോദിക്കും, അതിന്റെ സനത് എവിടെയെന്ന് ചോദിക്കും. എന്നാ തിരിച്ചു ചോദിക്കുക. നിങ്ങളിപ്പോ സുയൂത്തി ബാബിന്റെ ഹാവിയിൽ നിങ്ങൾ ഉദ്ധരിച്ചല്ലോ, എന്താണ് മാലിക് ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സനത് എവിടെ? സുയൂത്തി ഇമാം എന്ന് പറഞ്ഞാൽ ഹിജറ 900-കളിൽ ജീവിച്ച ആളാണ്. മാലിക് ഇമാം എന്ന് പറഞ്ഞാല് ഹിജറ 1-ാം നൂറ്റാണ്ട് കാലക്കാരൻ അല്ലെ, 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അവർ രണ്ടുപേരുടെ ഇടയിൽ ഒരു 800 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ 800 കൊല്ലത്തെ ഗ്യാപ്പിൽ ഈ സുയൂത്തി ഇമാമിന്റെ എവിടുന്ന് കിട്ടി? അതിന്റെ സനത് എവിടെ എന്ന് പറഞ്ഞാണി. അപ്പോ ഇങ്ങോട്ട് ചോദിക്കുന്നതിനെ തത്തുല്യമായ ചോദ്യങ്ങളെ കൊണ്ട് തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ മതി. അപ്പൊ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് തിരികെയുള്ള ചോദ്യശരങ്ങളിലൂടെ ഉത്തരം മുട്ടിക്കാവുന്നതേ ഉള്ളൂ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സർവ മൗലവീസും. ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഏതാളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തോൽപ്പിക്കാൻ കഴിയും. ഞാൻ തോൽപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തോൽപ്പിക്കാൻ, അല്ലാതെ നമ്മൾ വലുതാകാൻ വേണ്ടി തോൽപ്പിക്കുക എന്നുള്ളതല്ല. നമ്മളിപ്പോ ഒരാളെ തോൽപ്പിച്ചുകൊണ്ട് വലുതാകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ദീന് വലുതാക്കുക എന്നുള്ള ലക്ഷ്യമാണ്, അല്ലാതെ നമ്മൾ വലുതാക്കുക എന്നുള്ളതല്ല. ദീനിനെ വലുതാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി ദീനിന്റെ എതിരാളികളെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറൊരു ഉദ്ദേശവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ബാത്തിലിനെ തിരിച്ചറിയാനും അതിനെ കൈവടിയാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും ഭാര്യമാരുടെയും അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട അഹ്ലുകാരുടെയും നാട്ടുകാരുടെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഒക്കെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ആഖിബത്തിൽ അല്ലാഹു തആല നന്നാക്കി എടുക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈമാൻ സലാമത്തായി മൗത്താകുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകളെയും ഖൈറായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ.